welcome to Chat Me Up with Tauhi. I know a lot of you must be wondering where I've been. I've been right here waiting for stories that need to be told. Stories about love, about hope, about prayers whispered in the dark, and about conviction so fierce that it finds its way back to you. And today I have just that story, a story of a heart that waited. My guest is someone you all love and always listen to on the radio, but today we will be going into a slightly personal chapter of her life about love, choices, family, and of course, motherhood. Please welcome my guest, Maya Karta from Hit 96.7 FM, the new mama on the block. Thank you so much. Thank you so much, Maya, for joining us today. I am so thrilled to have you here. Thank you so much. What a beautiful introduction. Thank oh you. my God. Of course, for the newest mama. And tell us, Maya, how have you been lately? Oh, wow. It's been a beautiful 3 months now. Mashallah. Yeah, so this little thing has complete control over my life now. Yes. So she decides when I sleep, she decides when I go to the bathroom, when I wake up, everything. Yes, everything revolves around her. Yeah. But before we get into that, Maya, I think we need to know a little more about you. Yes. So, നമ്മളിപ്പോൾ എത്രയോ കൊല്ലങ്ങളായിട്ട് നിങ്ങൾ റേഡിയോയിൽ കേൾക്കുന്നത്. How long have you been with ARN? 22 years. 22 years. അപ്പോൾ തുടങ്ങിയ മുതൽ ജസ്റ്റ് ലാസ്റ്റ് വീക്ക് ഐ തിങ്ക് യു സെലിബ്രേറ്റഡ്. അപ്പോൾ തുടങ്ങിയ മുതലേ നിങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എനിക്ക് ഐ ഡോണ്ട് നോ ദ എക്സാക്ട് നമ്പർ ഓഫ് ഇയേഴ്സ്, ബട്ട് ഐ റിമെമ്പർ ലിസ്ണിംഗ് ടു യു ഫോർ എ ലോങ് ടൈം ദാറ്റ് ഇറ്റ്സ് ബിൻ സോ ലൈക്ക് യു നോ ഇറ്റ് ഡസൻറ്റ് സ്റ്റാൻഡ് ഔട്ട് ദാറ്റ് Maya is talking, right? അപ്പോൾ we feel that you're a part of our lives. അല്ലേ? So, but who is the real Maya beyond the microphone? Well, I think, whatever you hear and whatever you see is the real Maya. Because നമുക്ക് അങ്ങനെ ഒരു മൈക്രോഫോൺ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്യാമറ പേഴ്സണാലിറ്റി അങ്ങനെ ഇല്ല. ദ ഫണ്ടമെൻ്റൽ തിങ് അബൌട്ട് റേഡിയോ ഇസ് വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു മീഡിയമാണിത്. എവ്രി ഡേ വെൻ യു ആർ ടോക്കിംഗ് ലൈവ് ടു യുവർ ഓഡിയൻസ്, യു കാൺട്ട് ബി എനിബഡി എൽസ് അതർ ദൻ യു. Ade, you can pretend maybe for the first couple of weeks. Correct. Max, how can you pretend anymore? You can't. Even the energy, you cannot fake it. അത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, യു മായ റേഡിയോ സംസാരിക്കുന്ന പോലെ തന്നെയാണല്ലോ ഇവിടെയും സംസാരിക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ സംസാരം. നിങ്ങൾ റേഡിയോ കേൾക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ എൻ്റെ റിയൽ ലൈഫിലും സംസാരിക്കുന്നത്. That is the real you. That is the real me. Because ഇപ്പം എൻ്റെ നോർമൽ കോൺവെർസേഷനും ഇപ്പം റേഡിയോയിൽ ഒരുപാട് പേര് സംസാരിക്കുമ്പോൾ പറയും, ഇംഗ്ലീഷ് കൂടുതൽ കയറി വരുന്നുണ്ട്. പക്ഷേ എൻ്റെ കോൺവെർസേഷൻ നോർമലിയും അങ്ങനെ തന്നെ. ഞാൻ വീട്ടിൽ എൻ്റെ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും എൻ്റെ ചേച്ചിമാരുടെ അടുത്തും ഒക്കെ സംസാരിക്കുന്ന അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമുക്ക് 22 വർഷം കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം ആൾക്കാർ എപ്പോഴും പേഴ്സണാലിറ്റീസുമായിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇപ്പൊ തൗഹീദയ്ക്ക് വെൻ യു ആർ ടോക്കിംഗ് യു ഹാവ് ദ ഡയലക്ട്. That is you. അത് മാറ്റം വന്ന് നാളെ ഞാൻ പറയാനില്ല അച്ചടി ഭാഷയിലേ സംസാരിക്കാൻ പറ്റുള്ളൂ. Suddenly you become very conscious. And then you'll not be able to do well on your job. നമുക്ക് മനസ്സിൽ നിന്ന് സംസാരിക്കാൻ പറ്റണം അല്ലേ? അപ്പൊ മനസ്സിൽ നിന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ നമ്മളായിട്ട് തന്നെ നിൽക്കണം. അപ്പൊ അത് ചിലപ്പം നമ്മളുടെ ശൈലിയിൽ കുറച്ച് ചേഞ്ചസ് ഓഫ് കോഴ്സ് വന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ബിക്കോസ് അത് ഓവർ പീരീഡ് ഓഫ് ടൈം അത് ഒരു മീഡിയയിൽ നിൽക്കുമ്പോൾ നമുക്ക് വരുന്ന ചേഞ്ചസ് ആണ്. അതെ, അത് ചേഞ്ചസ് ഒക്കെ വരുമായിരിക്കും. പക്ഷെ കോറിൽ നമ്മൾ എപ്പോഴും നമ്മൾ തന്നെയായിരിക്കും. അത് അങ്ങനെ തന്നെ നമുക്ക് സംസാരിക്കാനും പറ്റുള്ളൂ. അപ്പോഴേ നമുക്ക് മനസ്സിൽ നിന്ന് സംസാരിക്കാൻ പറ്റും. അതെ, അപ്പോഴാണ് you can always have consistent content as well. Definitely. അപ്പോൾ now when I was reading about you, I saw that you're a psychology major. Yes. അത് കഴിഞ്ഞ് then you briefly, so you transitioned from psychology to on screen to behind screen. അപ്പോൾ you were briefly on TV as well. Yes. So how were these transitions? അതായത് നമ്മൾ ഗ്രോയിങ് അപ്പ് ടൈമിലായിരുന്നു, ഞാൻ കോളേജിൽ കയറിയ ടൈമിലായിരുന്നു സാറ്റലൈറ്റ് ചാനൽസിന്റെ ഒരു ഇൻഫ്ലക്സ് സംഭവിച്ചത്. സോ ആ സമയത്ത് there was an exodus of all these channels into Kerala. അപ്പോൾ so it was just coming into Kerala. Yes. അപ്പോൾ ഏഷ്യനെറ്റ് വരുന്നു, സൂര്യ TV വരുന്നു, ആ സമയത്ത് ജയ് ഹിന്ദ് ഉണ്ടായിരുന്നു, പിന്നെ ഇന്ത്യ വിഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ ആ സമയത്താണ് എല്ലാം വരുന്നത്. എവ്രിബഡി കെയിം ഇൻ ടു ദ മാർക്കറ്റ്. അപ്പോൾ ആ ടൈമിൽ ഒബ്വിയസ്ലി അവർക്കും ആങ്കേഴ്സിനെ വേണമല്ലോ, അവർക്ക് ഹോസ്റ്റ് ചെയ്യാനായിട്ട് കുട്ടികളെ വേണം, യങ് കുട്ടികളെ വേണം. അപ്പം TV എന്ന് പറയുന്നത് അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു സംഭവം ആയിരുന്നില്ല അന്ന്. ദൂരദർശൻ ആയിരുന്നല്ലോ കൂടുതൽ. കറക്റ്റ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ആ നമ്പർ തികയ്ക്കാനായിട്ട് വാട്ട് ദേ വുഡ് ഡു ഇസ് ദേ വുഡ് ജസ്റ്റ് കം ടു റാൻഡംലി ടു കോളേജസ് ആൻഡ് ഹെഡ് ഹണ്ട്. ഇന്നിപ്പോ വന്നിട്ടുണ്ടെങ്കിൽ they will be overwhelmed. അതെ,
ഇറ്റ് വാസ് ലൈക്ക് അവർ എനിക്കൊന്ന് ഫസ്റ്റ് ഞാൻ വരുന്നത് സൂര്യ ടി വിയിലാണ്. സോ സൂര്യ ടി വിയിൽ ഒരിക്കൽ ഇതേപോലെ ഒരു ക്യാമ്പസ് പരിപാടിക്കും കണ്ടോ അവർ വിമൻസ് കോളേജിലേക്ക് വന്നപ്പോഴത്തേക്കും ദർ വാസ് ദിസ് ഗേൾ ഹു വാസ് ഹോസ്റ്റിംഗ്. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ എന്തോ അവിടെ ഇങ്ങനെ നടന്നപ്പോഴത്തേക്കും ചേച്ചി ഒന്ന് വരുമോ പ്ലീസ് എല്ലാവരും ഒന്ന് വരുമോ. അപ്പോൾ ഷീ വാസ് ആസ്കിങ് എസ് എ ടോപ്പിക് ഓർ സംതിങ് ആൻഡ് വി വർ ഓൾ ടോക്കിംഗ്. അപ്പോൾ എന്തോ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ എന്തൊക്കെയോ മറ്റേ ഭയങ്കര പ്രസംഗമായിരുന്നു. സൈക്കോളജി സ്റ്റുഡൻറ്, യു ഹാവ് സോ മച്ച് ഇൻസൈറ്റ് അല്ലേ. സോ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദാറ്റ് പ്രൊഡ്യൂസർ ആക്ച്വലി ആസ്ക് മീ ഇയാൾക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഷോ എന്ന് ചോദിച്ചു. കൊള്ളാലോ, നല്ല പരിപാടിയാണ്. And it was extra pocket money. Okay. അന്ന് So you didn't intend it to be a profession, you just like on a sideline. Yeah, not at all. അത് ചുമ്മാ ആ സമയത്ത് നമുക്ക് എനിക്കൊന്ന് പെർ എപ്പിസോഡ് അന്ന് 750 റുപ്പീസോ എങ്ങാണ്ടോ ആയിരുന്നു. അപ്പൊ 4 എപ്പിസോഡ് വരുമ്പോഴത്തേക്കും കയ്യിൽ കുറച്ച് പൈസ വരുമല്ലോ. അതായിരുന്നു മെയിൻ സംഭവം. അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ ആദ്യം ഞാൻ സൂര്യ ടി വിയിൽ കയറി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏഷ്യനെറ്റിൽ കുറേ നാളുണ്ടായിരുന്നു. ഏഷ്യനെറ്റിൽ ഐ വാസ് ഡൂയിങ് ദ ഗ്ലോബൽ ഗ്രീറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ദാറ്റ് വാസ് ആക്ച്വലി ഗൾഫ് കൺട്രീസിലേക്കായിരുന്നു കൂടുതലും ഫോക്കസ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ആ പ്രോഗ്രാം കുറേ നാൾ ഞാൻ ചെയ്തു. ദാറ്റ് വാസ് എൻ എവറി ഡേ ഷോ ഓൾസോ. And this is in what year? ദിസ് വാസ് ഇൻ 2000, ഐ തിങ്ക് 99-2000 ആ ടൈമിലായിരുന്നു. അപ്പം കുറേ നാൾ അത് ഞാൻ ചെയ്തു. പിന്നെ പക്ഷേ അപ്പോഴും ഫോക്കസ് വാസ് ഓൾവേസ് എഡ്യൂക്കേഷൻ. പരീക്ഷ വരുന്ന സമയത്ത് കഴിഞ്ഞിട്ടില്ലേനു? ഇല്ല കഴിഞ്ഞിട്ടില്ല. ഐ വാസ് ഇൻ കോളേജ്. ഐ ജസ്റ്റ് ജോയിൻ കോളേജ്. ഞാൻ 99-2000 പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആ ടൈമിൽ അപ്പം മൈ ഫാദർ വാസ് വെരി പെർട്ടിക്കുലർ ദാറ്റ് പരീക്ഷയുടെ ടൈമിൽ യു ഡോണ്ട് ടേക്ക് അപ്പ് എനിത്തിങ്. യെസ്. സോ അപ്പോൾ ഷൂട്ട്സും കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്ത് വെക്കും. അങ്ങനെ അപ്പോൾ ആ ടൈമിൽ മാത്രം പോവില്ല. പിന്നെ ആ ടൈമിലായിരുന്നു ഈ സ്വാഭാവികമായിട്ടും നമ്മളെ ടെലിവിഷനിലുള്ള വിസിബിലിറ്റി കാരണം നമ്മളെ ഹോസ്റ്റിംഗ്സിനായിട്ട് സ്റ്റേജ് ഷോസിന് വിളിക്കും. അപ്പോൾ വി യൂസ് ടു ഹോസ്റ്റ് എ ലോട്ട് ഓഫ് ഇവന്റ്, ന്യൂ ഇയർ ഇവന്റ്സ് വരുന്നു. ദിസ് വാസ് വെരി നാച്ചുറൽ, ഓർഗാനിക്. ജസ്റ്റ് ഹാപ്പൻഡ്. എല്ലാം ഇങ്ങനെ വന്നു ചേരുന്ന ഒരു ടൈമായിരുന്നു അത്. അപ്പോൾ സ്വാഭാവികമായിട്ടും when I started hosting shows, I'm getting additional money. So that is exciting. That is exciting. Yes, see, financial freedom is something that everything. See, ultimately you're all working towards that. Correct. അപ്പോൾ ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ ഇമാജിൻ 18-19 തന്നെ I started earning. അതൊരു ഭയങ്കര സുഖമുള്ള പരിപാടിയായിരുന്നു. Then what happened was ഞാൻ പക്ഷേ അപ്പോഴും I was very focused. എഡ്യൂക്കേഷൻ അത് വിട്ടിട്ടുള്ള കളിയില്ല. ഹയർ സ്റ്റഡിക്ക് പോകണം, ഇതൊക്കെയായിരുന്നു. പക്ഷേ മീഡിയ somehow was always a part of my life. അത് ഞാൻ ഇപ്പം ഞാൻ ലുക്കിംഗ് ബാക്ക് ഞാൻ വിചാരിക്കും maybe it was destined that way. I was supposed to be here. Of course. Everything happens for a reason. Yeah, and even this job, when it came to me initially, I said no. Okay. So how did you go from in front of the screen to behind the screen, and was that okay for you? See, that's how did radio happen? Yeah. അത് ഇതേപോലെ തന്നെ ഞാൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഐ വാസ് പ്ലാനിങ് ടു ഗോ ടു ദി US ബിക്കോസ് ഐ ഹാവ് 2 elder sisters. രണ്ടുപേരും അപ്പോഴത്തേക്കും US എത്തിക്കഴിഞ്ഞു. ആൻഡ് മൈ സെക്കൻഡ് സിസ്റ്റർ ഷീ വെന്റ് ഫോർ ഹയർ സ്റ്റഡീസ്. ഷീസ് എ സയൻറ്റിസ്റ്റ്. സോ മൈ എൽഡസ്റ്റ് സിസ്റ്റർ ഷീ ഈസ് ഇൻ ടു അക്കൗണ്ട്സ്. അപ്പോൾ അക്കൗണ്ടന്റും സയന്റിസ്റ്റും ഒക്കെ ഉള്ള ഫാമിലിയാണ്. അപ്പോൾ യു കെൻ ഇമാജിൻ. അപ്പോൾ ഫോക്കസ് ഓൺ സ്റ്റഡി വാസ് ഡെഫിനറ്റ്ലി വെരി high. അപ്പം ഞാൻ GRE എഴുതി, ലൈക്ക് ഗ്രാജുവേറ്റ് റെക്കോർഡ് എക്സാമിനേഷൻ വിച്ച് യു റൈറ്റ് ഫോർ ഹയർ സ്റ്റഡീസ് ഇഫ് യു വോണ്ട് ടു ഡു ഇറ്റ് ഇൻ ദ US. അതൊക്കെ എഴുതിയിട്ട് ഞാൻ സൈക്കോളജിക്ക് സബ്ജക്ട് ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. ഇത് 2004 2004 ഫെബ്രുവരിയിൽ ഐ ടുക്ക് ദിസ് GRE എക്സാം. പിന്നെ എൻ്റെ അടുത്ത എക്സാം വരുന്നത് സെപ്റ്റംബറിലാണ്. യെസ്. അപ്പോൾ എക്സാം വരുന്നത് പിന്നെ എൻ്റെ സബ്ജക്ട് ടെസ്റ്റ് വരുന്നത് സെപ്റ്റംബറിലും കണ്ടുമാണ്. അപ്പം മൈ ഫാദർ വാസ് ലൈക്ക് സെപ്റ്റംബർ ആണെങ്കിൽ പിന്നെ എനിക്ക് 2005 പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ബിക്കോസ് യു ലൂസിങ് ദറ്റ് ഇയർ റൈറ്റ്. അപ്പോൾ അച്ഛമ്മ അവളുടെ ഒരു വർഷം പോവും, പിന്നെ ഒന്നും ചെയ്യാനില്ല. വി വർ വെയിറ്റിംഗ് ഫോർ ഇറ്റ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ജോലിയുടെ ഒരു ഓഫർ വരുന്നത് നാട്ടില്. യെസ്. സോ ബിക്കോസ് ആ സമയത്ത് they were head hunting in കേരള. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഈ ജോലിയുടെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. അപ്പം നൈല ആൻഡ് ഐ വർ ഇൻ ഏഷ്യനെറ്റ് അറ്റ് ദാറ്റ് ടൈം. അപ്പം നൈലയാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ജോലി എനിക്ക് കിട്ടി നമ്മൾ പറഞ്ഞു. എനിക്ക് കിട്ടി, മായം കൂടെ അപ്ലൈ ചെയ്യാം. I know you're in front of the screen. I mean, like, this is not as exciting. I said, radio, ആരെ കേൾക്കും? Why would you go there? അതിനേക്കാളും television is more popular. more homes. Yeah, and ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ
I was known in that media circle. നമുക്ക് പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നു. ഞാൻ അതിനേക്കാളും എന്നാ പിന്നെ എനിക്ക് ടി വി തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്താൽ പോരെ. അപ്പോൾ ഐ വാസ് നോട്ട്. പിന്നെ എനിക്ക് ഗൾഫിനെ കുറിച്ച് എനിക്കൊരു ഐഡിയയേ ഉണ്ടായിരുന്നില്ല സത്യത്തിൽ. കാരണം ഓൾ മൈ ഫാമിലി വാസ് ഇൻ ദ US. കൂടുതൽ അങ്ങോട്ടായിരുന്നു ഫോക്കസ്. അപ്പം ഗൾഫ് എനിക്ക് സെക്ടർ എനിക്ക് അത്രയ്ക്ക് അറിയില്ല. ആൻഡ് ഐ എം തിങ്കിങ് ഗൾഫ് ഇസ് എ വെരി ക്ലോസ്ഡ് സ്ഥലമാണ് എന്നായിരുന്നു എന്റെ മൈൻഡിൽ. യെസ്. ഞാൻ വിഷു റേഡിയോയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുക. അപ്പൊ എന്റെ മനസ്സിൽ മുഴുവൻ ഞാൻ ഓൾ ഇന്ത്യ റേഡിയോ ആണ്. എനിക്ക് എന്തായാലും സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചാൽ ഭയങ്കര ബോറായിരിക്കും. അപ്പൊ എനിക്ക് ആകെക്കൂടെ ഡൗട്ടായിരുന്നു. നൈല സെഡ് നോ അങ്ങനല്ല മായ, ജസ്റ്റ് ടോക്ക് ടു ദിസ് പേഴ്സൺ കോൾഡ് അജിത് മേനൻ. അപ്പൊ അതേമായിരുന്നു നമ്മുടെ ബോസ്. എനിക്ക് അത് അറിയില്ലായിരുന്നു. ഷീ സെഡ് ജസ്റ്റ് ടോക്ക് ടു ഹിം. I talked to him and he said, okay, what program are you doing? അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ടെലിവിഷനിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ then he saw my few programs. So you were trying to fill in that space. അപ്പൊ അപ്പോഴൊന്നും ഈ ജോലി കിട്ടുന്ന പോലും ഞാൻ വിചാരിക്കുന്നില്ല. ഐ എം ജസ്റ്റ് കാഷ്വലി ടോക്കിംഗ് ടു സംബഡി. എന്റെ വീട്ടിൽ പോലും ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ട് പോലും ഇല്ല. സോ യു നോ സംതിങ് ലൈക്ക് ദിസ് ആൻഡ് ഐ വാസ് ലൈക്ക് ഓക്കേ ഫൈൻ, some like girls talk. So I thought okay, I'll just talk. അങ്ങനെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞ് he said okay, if you have some video of yours just send it to me. അപ്പോൾ ഞാൻ എന്നിട്ട് CD അയച്ചു കൊടുത്തു. He said okay, you know മായ്ക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമോ? അപ്പം ഞാൻ so it was confirmed. Yes, I was like അല്ല ട്രാവലിംഗ് 1 minute, I don't know, let me. അപ്പോൾ I talked to my father. അപ്പോൾ അച്ഛൻ പറഞ്ഞു എടി give it a shot, എന്തായാലും നിനക്ക് ടൈം ഉണ്ട്. ഈ മറ്റേ ജനറൽ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇനിയും സബ്ജക്ട് ടെസ്റ്റിന് ടൈം ഉണ്ട്. സോ if you want, see in between if you can study also, it'll be good, earn some money also, it's okay. If you don't like it, your passport is with you, നിനക്ക് തിരിച്ചു വരാമല്ലോ. അങ്ങനെ പിന്നെ അവസാനം ആ ഒരു ഫ്ലൈറ്റ് കയറി ഞാൻ. ആ ഫ്ലൈറ്റ് കയറി പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അച്ഛൻ പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു അല്ല നിനക്ക് പഠിക്കണ്ടേ? ഞാൻ എനിക്ക് പഠിക്കണ്ട, ഞാനിവിടെ ഹാപ്പിയാണ്. സോ ദാറ്റ് ഈസ് ഹൗ ഇവിടെ ലാൻഡ് ചെയ്തു അങ്ങനെ. ആൻഡ് ഇവിടെ വന്നപ്പോൾ സി ഒബ്വിയസ്ലി ദുബായ് വാസ് നത്തിങ് ലൈക്ക് വാട്ട് ഐ ഇമാജിൻഡ്. ദുബായ് വാസ് ബ്യൂട്ടിഫുൾ. ലൈക്ക് ഐ എം ലൈക്ക് ഇതിൻ്റെ ദൈവമേ ഞാനിത് എവിടെയാണ് വന്നിരിക്കുന്നത്. Exactly. And see, I also understood something about myself. അതായത് എനിക്ക് yes, first time, but I always wanted to go abroad. അതെൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. എനിക്ക് വിദേശത്ത് പോകണം എന്നുള്ളത് എൻ്റെ മനസ്സിൽ വളരെ തീവ്രമായിട്ടുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ എവിടോട്ടാണ് പോകുന്നതെന്നുള്ളത് ഞാൻ വിചാരിച്ചു US ആണെന്ന്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഐ ഓൾസോ റിയലൈസ് വിദേശത്ത് പോകണം എന്നുണ്ടെങ്കിലും എനിക്ക് പൂർണ്ണമായിട്ടും വിദേശം വേണ്ട, എനിക്ക് കേരളത്തിൻ്റെ ഒരു എലമെൻറ്റ്സ് എനിക്ക് വേണം. അപ്പോൾ ഇവിടെ വന്നപ്പം മലയാളത്തിൽ സംസാരിക്കാം. ഇവിടെ വന്ന് ഫുഡിനകത്ത് യാതൊരു മാറ്റമില്ല. നമ്മൾ തേണ്ട് നോക്കും, ശരവണ ഭവൻ തൊട്ട് എല്ലാം ഉണ്ട്. ഞാൻ ഇത് പരിപാടി കൊള്ളാൽ എന്നാ at the same time ഒരു വെസ്റ്റേൺ ഒരു it's the best of both worlds. Correct. You have the best blend, right? നല്ല വെസ്റ്റേണിന്റെ ബ്ലെൻഡും ഉണ്ട്, കേരളത്തിന്റെ സംഭവം ഉണ്ട്. Close to home. Yes. So from pani puri to sushi, I have everything here. And of course parota and beef also. Yes, of course, that's what. അപ്പോൾ പൊറോട്ട ബീഫ് എല്ലാം ഉണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഒരു കൾച്ചറലി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓഫീസ് ഇസ് ഒരു ഭയങ്കര മൾട്ടി കൾച്ചറൽ ഒരു എൻവയൺമെന്റ് ആണ്. യെസ്. സോ അപ്പം യു ആർ ആക്ച്വലി interacting with Egyptians, you're interacting with UK British people, you're talking to everybody. And അതിന്റെ കൂടെ മലയാളം ഉണ്ട്. അപ്പോൾ ഭയങ്കര ഡൈവേഴ്സ് ഒരു culture. So this is technically like a lock in. You can come in and then you don't want to even consider anything else. Yes, absolutely. So then I decided this is, and then of course the job is well paying as well. But then I was like okay, I don't want Is that where you met John? Yes. Okay. In between I fell in love as well. So and a love story never goes stale. So briefly about the love story. Well, it was, see, nammal 3 months into. So he was also working at the radio. Yes. Okay. So John ഒക്കെ ആ സമയത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ വരുമ്പോഴത്തേക്കും സോ നമ്മൾ ബാച്ചസ് ആയിട്ടാണ് വന്നത്. ഞാൻ സെക്കൻഡ് ബാച്ച് ആയിട്ടാണ് വരുന്നത്. സോ നൈല, John. How long have you known John now? ഇപ്പം since the inception of this 22 years. Yeah, 22 years ആയിട്ട് അറിയാം. We have been married for 19 years now. Wow. Yeah. Oh my God, that's a long so John അപ്പോൾ ജോൺ ഇവിടെ വന്നു. Initially we were all a bunch of young children who came in just out of college. Oh, so I can imagine it must be such a
fun environment to be in, alle? Yeah. You have everything, you're free. ഓണസ്റ്റ്ലി Yeah. തൗഹിദ ആ സമയത്ത് നമ്മൾ എല്ലാവരും രാവിലെ ഒരു 8-9 മണിയാകുമ്പോൾ ഓഫീസിലെത്തിയാ രാത്രി 10 മണി വരെ നമ്മൾ ഓഫീസിൽ തന്നെയാ. Because it's fun. It is fun. Psychology, We are building the station, right? അപ്പൊ Yes. പാട്ടൊന്നും ഇല്ല. It's always conversation. അല്ല അങ്ങനല്ല, പാട്ടില്ല എന്ന് പറഞ്ഞാൽ പാട്ട് ലൈബ്രറി ഇല്ല. We are okay. building it. Oh. We are building it. So all of us are pitching in. We are Yes. doing every job. Like കിട്ടുന്ന എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് because you are building the station. It's your baby. You're literally rearing it up, right? yeah. അങ്ങനെ നമ്മൾ എല്ലാവരും എന്നിട്ട് അന്ന് ഇത്രയും റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നില്ല. KFC ആയിരുന്നു നമ്മുടെ മെയിൻ സംഭവം. അപ്പോൾ എല്ലാവരും കൂടെ എല്ലാവരും പിച്ച് ചെയ്ത് ഒരു 100 ദിറംസിന്റെ മറ്റേ ബക്കറ്റ് കിട്ടും, എല്ലാവരും അത് കഴിക്കുന്നു. So this is how it was. You almost grew up together. Yeah, so all of us were friends hanging out together. എന്നിട്ട് വീക്കെൻഡ് ആകുമ്പോഴും നമ്മൾ ഗേൾസ്, ഞാനും നൈലയും വേറൊരു കുട്ടിയും കൂടെ ഒക്കെ ഒരുമിച്ചായിരുന്നു നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. okay. All the boys you would come to our place, we cook, we are hanging out. So it was the same set of people throughout. Yes. So it was brilliant. It was just a set of friends hanging It out. is what everybody would dream of. Like, it was a perfect situation. So we never felt we were going to work. So then when you fell in love, you don't want to go back and pursue your psychology as well. Totally. So ഇതിന്റെ ഇടയിൽ ഒരു 3 months കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഓരോരുത്തർ അവരവരുടെ ഇൻട്രസ്റ്റുകൾ ഇങ്ങനെ ഓരോന്നായിട്ടങ്ങ് പോയി. ആൻഡ് ജോൺ ആൻഡ് ഐ ആം ലെഫ്റ്റ്. So we are like, okay, we are left. Okay. Then we used to hang out. നമ്മൾ സിനിമയ്ക്ക് പോകുന്നു, നമ്മൾ എവിടെയെങ്കിലും ഷോപ്പിങ്ങിനൊക്കെ പോകുന്നു. So then, you know, that familiarity turned into love. So he became my very good friend. And that friendship turned into love. So I want to ask you, like, you know, and then you fell in love and, you know, everything just took off. So you didn't have to go back home. Your family was okay? My family was okay with me working, but Yeah. they were not okay with the relationship, of course. Yes. Because obviously നമ്മൾ രണ്ട് റിലിജനും ഒക്കെ ആയതുകൊണ്ട് എൻ്റെ വീട്ടിൽ കുറച്ചൊരു പ്രശ്നം. ബിക്കോസ് ജോണിന്റെ പേരൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ജോണിന്റെ ഫാദർ ഇസ് എ ക്രിസ്ത്യൻ, അമ്മ ഇസ് എ ഹിന്ദു. അപ്പൊ അതുകൊണ്ട് അവരുടെ വീട്ടിൽ യാതൊരു പ്രശ്നമില്ല. അമ്മ പറഞ്ഞു അയ്യോ എൻ്റെ മോൻ എന്നെ പോലെ തന്നെ എന്ന് പറഞ്ഞാൽ അമ്മ ഭയങ്കര ഹാപ്പി. ബട്ട് എൻ്റെ വീട്ടിൽ ഒബ്വിയസ്ലി യുനോ ഐ കം ഫ്രം എ വെരി ഒരു ട്രഡീഷണൽ ഒരു ഫാമിലിയാണ്. സോ സ്വാഭാവികമായിട്ടും അറിയാലോ, വാട്ട് വിൽ ദ സൊസൈറ്റി സേ, വാട്ട് വിൽ പീപ്പിൾ സേ. Always. ഇതായിരുന്നു മെയിൻലി. പിന്നെ യുനോ ഇറ്റ് ടുക്ക് ദം അബൌട്ട് 3 years. And you were at it 3 years. Yes. So I waited. So ഞാൻ ജോണിനോട് തൊറ്റ കാര്യം അന്നും പറഞ്ഞോളൂ. I said, see, I am not marrying you without my parents' blessings. Okay. Because they made me what I am today. I cannot not listen to them. Yes, please. I think the kids now should listen to this. Now it's my life, my rules. It is so annoying. So I said, see, I owe at least that much to them. So our blessings illada, this marriage will not happen. But I also told my father, അച്ഛൻ അടുത്ത് ഞാൻ ഇങ്ങനെ ഇരുന്ന അച്ഛൻ, I think it was in 2006. We got married in 2007. So 2006 ഞാൻ നാട്ടിൽ പോയപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞു എന്തുവാടി നിന്റെ പ്ലാൻ. ഞാൻ അപ്പോൾ ലാസ്റ്റ് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, see, I don't want to marry without your blessings. And I want to marry only John. No, but I also do not want to marry somebody just for the sake of it. എന്നെ വേറൊരാളുമായിട്ട് കല്യാണം കഴിക്കാൻ ഫോഴ്സ് ചെയ്യരുത്. I don't think that is right to that person and to me. So അച്ഛന് ഇത് താല്പര്യമില്ലെങ്കിൽ ഞാനിത് ചെയ്യില്ല. പക്ഷെ എന്നെയും വേറൊരാളുടെ അടുത്തോട്ട് ഫോഴ്സ് ചെയ്യരുത്. നമുക്ക് അങ്ങനെ പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ദെൻ അച്ഛൻ പറഞ്ഞു, സി, ഐ എം നെവർ ഗോയിങ് ടു ഐ ഓൺലി ഹാവ് ദ ബെസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറ്റ് ഹാർട്ട് ഫോർ യു. അപ്പോൾ ഇതാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഐ റെസ്പെക്ട് ഇറ്റ്, ഐ ട്രസ്റ്റ് ഇറ്റ്, യു മേ ഗെറ്റ് മാരിഡ്. So then I was like, okay. പക്ഷേ അച്ഛൻ പറഞ്ഞു, ഗിവ് മീ സം ടൈം. ആ സമയത്ത് മൈ ഫാദർ ലവ്സ് ടു ട്രാവൽ. അപ്പോൾ അച്ഛനും അമ്മയും റിട്ടയർ ചെയ്തതിന് ശേഷം ദേ വാണ്ടഡ് ടു ഡു ആൻ ഓൾ ഇന്ത്യ ട്രിപ്പ്. അപ്പോൾ അച്ഛനും അമ്മയും ആക്ച്വലി അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലായിരുന്നു. നമ്മളുടെ ഈ ഓൾ ഇന്ത്യ ട്രിപ്പ് കഴിഞ്ഞിട്ട് in 2007 we will look at it more. Okay. I said, okay, fine. But then my sisters also wanted to come and all of that. So അതെല്ലാം കൂടെ ടൈം. But then as long as you've got the consent, you know what's happening, you know, so it's okay. Like, time കിട്ടിയാലും പ്രശ്നമില്ല. Yes. So, and now you both are in radio and you both are doing, you know, talking for, you know, actually a living. Yeah. So how is it when you go home? Do you continue talking or are you both tired of talking? There is no talking at home. Exactly. I would have thought. കൂടി ഞാൻ ജോണിന്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഇന്നലെ കൂടെ ഞാൻ ജോണിന്റെ അടുത്ത് പറഞ്ഞുള്ളൂ. See, John actually is a very he has a world of his own. Okay. You know, and when he comes home,
he is in that world, in that zone. He loves sports, he loves politics, he loves movies. അപ്പം വീട്ടിൽ വരുമ്പോൾ ജോൺ ഇതിനകത്തോട്ട് ഇങ്ങനെ proper മുഴുകിയിരിക്കുകയാണ്. TV guy. Yeah, very much. Either it's a laptop or it's a TV. TV പിന്നെ ഇപ്പൊ മോളുള്ളത് കൊണ്ട് റിമോട്ട് കിട്ടാറില്ല, അതുകൊണ്ട് ലാപ്ടോപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഐ തിങ്ക് ദ കോൺവെർസ് ഇന്നലെയും കൂടെ ഞാൻ ജോണിന്റെ അടുത്ത് പറഞ്ഞു, എടാ എന്തുവാണ് നീ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് വീട്ടിലെ കാര്യങ്ങൾ അറിയണ്ടേ? So talk to me. Sometimes, you know, I just want to vent out. So now you had set a nice rhythm and everything was going well. And then this disruptor comes along. So, you know, it is very interesting. You're a new mama on the block. Yes. And you're absolutely enjoying this phase. How is it? How is the new disruption? Are you enjoying it, or are you like, oh my God, there's so much? Sometimes I get overwhelmed. Yes. I have to be very honest. Sometimes I do get overwhelmed. ഞാൻ വിചാരിക്കും, അയ്യോ അതുകൊണ്ട് ചില സമയത്ത് എൻ്റെ ബാത്റൂം ബ്രേക്സ് ആർ എ ലിറ്റിൽ ലോങ്ങർ. Natural. I think that's a true mom speaking. So, പക്ഷേ otherwise, you know, it is entertainment ആണ്. ഒരു രക്ഷയില്ല. അയ്യോ ആ ഒരു കുഞ്ഞു സാധനം, how she really changes your world. How she has you wrapped around her little finger. Totally. ഭയങ്കര രസമാണ് ഇങ്ങനെ കാണാനായിട്ട്. ആ ഒരു കുഞ്ഞ് ഷീസ് ഓൺലി 2 years. ആ 2 വയസ്സിൽ അവളുടെ യൂണിവേഴ്സിൽ, അവളുടെ വേൾഡിൽ, അവളുടെ പെർസീവ് ചെയ്തിരിക്കുന്ന സംഭവങ്ങൾ അത് ഭയങ്കര രസമാണ് കാണാൻ. I can see you, you know, gushing with pride when you talk about her. And, you know, which is why I wanted to touch upon this. You have a very unconventional journey. Yes. See, alhamdulillah, you know, a lot of us are mothers. But your motherhood is slightly unconventional. Of course, you know, you've been very open about your adoption. But what stands out, you know, is that your adoption was your plan A. Yes. For a lot of people, it is plan B or C. അത്രയും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്സും എക്സോഷനും എമോഷണലി ഡ്രെയിൻഡ് ആയിട്ട് എത്തുന്നൊരു ചോയ്സാണ്. സോ ഇറ്റ് വാസ് എ വെരി ന്യൂ പെർസ്പെക്റ്റീവ്, വെരി റിഫ്രഷിംഗ്, ആൻഡ് ഐ വോണ്ട് ടു ടച്ച് അപ്പോൺ ദാറ്റ്. Why or how was adoption, was it your plan A? Why was adoption your plan A? See, maybe because right from growing up phase-ൽ തന്നെ I've always, maybe because I think I owe it to a person whom I admire. I admire Sushmita Sen a lot. Yes. I don't know. I love that woman. You know, she's very unapologetic about the she way was she an is. icon in every sense. Yeah. See, അതായത് yes, I have, അതായത് ഒരു ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഷീസ് നോട്ട്, somebody said മാരേജ് കഴിഞ്ഞില്ലല്ലോ, അപ്പം ലവ് വേണ്ടേ? Oh, there is a lot of love. She was very open and she was unapologetic about it. See, to say that, you know, അതിന് അത്രയും കോൺഫിഡൻസ് വേണം. ആൻഡ് വെൻ ഷീ ഇമാജിൻ ഒരു മിസ് യൂണിവേഴ്സ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ലോകം കീഴടക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. 22-ാമത്തെ വയസ്സിൽ ഷീ ചോസ് ടു ബിക്കം എ മദർ. ഭയങ്കര പറയുമ്പോൾ, you know, she had made the statement. അപ്പോൾ it was like long back. Okay, ഞാൻ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ, you know, ഓളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, മൂപ്പർ സ്റ്റേറ്റ്മെന്റ്. ആൻഡ്, you know, we used to devour film ഫെയറും സ്റ്റാർഡസ്റ്റ് ഒക്കെ. You know, ഇപ്പോൾ so sad, you know, അതൊന്നും ഇപ്പോൾ ഇല്ലാത്തത്. But ആ സമയത്ത് there was this one statement of hers on the cover page where she was holding her baby Renee and she said, she's from my heart and not my womb. Correct. What a powerful statement. Yes. I was like, wow, you know, adopting ഇങ്ങനെല്ലാം പറയാൻ പറ്റണം, you know. See, അന്നേരം it was quite very unheard of. Yes. It still is not as prevalent. So അന്നേരം it was like, wow, iconic statement. Yes. So you were influenced by that, you say? So yes, I was inspired by it. Okay. My God, അത് എന്തൊരു ഒരു അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു പാത്താണ് അവർ എടുത്തിരിക്കുന്നത്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അവർക്ക് ഒരുപാട് എൻഡോഴ്സ്മെന്റ്സും ബോളിവുഡും എല്ലാം ചെയ്യാമായിരുന്നു. But she did not choose that. She didn't go the routine path. So she always was very unapologetic about who she was and what she wanted. അത് ഭയങ്കര ഇൻസ്പയറിംഗ്. അത് സുഷ്മിത സെൻ ഇന്ന് ഇപ്പൊ എവിടെ ഇരിക്കുന്നത്, എന്നെ പോലത്തെ ഒരാളെ അവർ ഇൻസ്പയർ ചെയ്തെന്ന് പോലും അറിയത്തില്ല. But then of course that is her whole intent. So അന്ന് ഞാനിങ്ങനെ വിചാരിച്ചു, യുനോ, എനിക്ക് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഡു ദാറ്റ്. ആൻഡ് ഐ ആക്ച്വലി ഹാഡ് ദിസ് കോൺവെർസേഷൻ വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് ഈവൻ മൈ പേരൻസ് ആസ് വെൽ. പക്ഷേ ഇൻ കോളേജ്, ലൈക്ക് ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ. അപ്പൊ അന്നൊക്കെ അവർ പറഞ്ഞു, എടാ അത് അങ്ങനൊന്നും അല്ല, നമ്മുടെ കുഞ്ഞ് എപ്പോഴും നമ്മുടെ കുഞ്ഞാ, ഇങ്ങനെയൊക്കെ. ബട്ട് ഐ വാസ് നെവർ കൺവിൻസ്ഡ് അബൌട്ട് ഇറ്റ്. ദെൻ, യു നോ, ഐ ഹാവ് ടു ടെൽ യു, ഞാൻ പിന്നെ അത് വി ഗോട്ട് മാരിഡ്. ദിസ് കോൺവെർസേഷൻ ഓഫ് അഡോപ്ഷൻ ഓർ സംതിങ്, അതൊന്നും ഒരിക്കലും ജോണും ഞാനും ഒന്നും സംസാരിച്ചിട്ട് പോലും ഇല്ല കേട്ടോ.
ബട്ട് സംഹൗ എൻ്റെ ലൈഫിൽ എപ്പോഴും പൂച്ചകൾ ഒരു ഭയങ്കര വലിയൊരു പാർട്ടാണ്. ആൻഡ് ഓണസ്റ്റ്ലി മൈ കാറ്റ്സ് ആർ ലൈക്ക് മൈ ചിൽഡ്രൻ. സോ എല്ലാവരും ഹാവ് ബീൻ അഡോപ്റ്റഡ് ഫ്രം ദ സ്ട്രീറ്റ്സ്. ഐ ഹവ് നോട്ട് ബോട്ട് എ കാറ്റ് എവർ. അതെൻ്റെ കുഞ്ഞുങ്ങളെ പോലെ. ആൻഡ് ദേ ഹാവ് എ പീസ് ഓഫ് മൈ ഹാർട്ട്, യു നോ. ആൻഡ് ഫോർ ഓൾമോസ്റ്റ് 13 years there was a cat and he died. I lost him. സോ ഞാനുണ്ടല്ലോ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പാർട്ട് ഓഫ് മൈ ഹാർട്ട് പോയ പോലെയായിരുന്നു അവനങ്ങ് പോയപ്പോഴത്തേക്കും. ആൻഡ് ദെൻ ഐ ഓൾവേസ് ഫെൽറ്റ് മേ ബി എപ്പോഴെങ്കിലും ഈവൻ എൻ്റെ ലൈഫിൽ തിരിഞ്ഞ് ഒരു കുഞ്ഞിൻ്റെ രൂപത്തിൽ വരുമായിരിക്കും എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു കേട്ടോ. ആൻഡ് ദെൻ അതെപ്പോഴാണ് നടക്കുന്നത്? ദാറ്റ് വാസ് ഇൻ 2021 അവൻ പോകുന്നത്. ആൻഡ് ഹിസ് നെയിം വാസ് സുന്ദരൻ. ഐ യൂസ് ടു കോൾ ഹിം സുന്ദരൻ. എൻ്റെ ഫോണിൻ്റെ വാൾപേപ്പർ ഇപ്പോഴും സുന്ദരനാണ്. സോ സുന്ദരൻ പോയി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നു മേ ബി എപ്പോഴെങ്കിലും എൻ്റെ കുഞ്ഞായിട്ട് അവൻ തിരിച്ചു വരുമായിരിക്കും. 2021. സോ 2020 പക്ഷേ വി ഹാഡ് ടേക്കൺ ദിസ് ഡിസിഷൻ. ഓക്കെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചിന്തിക്കുമായിരുന്നു മേ ബി എനിക്ക് വരാൻ പോകുന്ന കുഞ്ഞ് സുന്ദരൻ്റെ ഒരു പാർട്ടായിരിക്കാം എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. സോ ഈ പൂച്ചകള് I don't know, they're very spiritual. They say they're spiritual animals, you know, and I believe in that. I am a very spiritual person. So ഞാനിങ്ങനെ ഒരു ദിവസം ഇതേപോലെ തന്നെ എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഐ ഹാഡ് എ ഡോക്ടർ. അപ്പോൾ അദ്ദേഹം ഇതേപോലെ ഇൻഫെർട്ടിലിറ്റിയെ കുറിച്ചൊക്കെ സംസാരിക്കാനാണ് വന്നത്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോഴത്തേക്കും എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്മളങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഫോർ സം റീസൺ. But you were not trying also. No, that's the thing. അങ്ങനെ try അങ്ങനൊന്നും ഇല്ല. We were like, okay, if it happens. It happens. Because you had a full life. Yes, we had a full life. We were happy. We were traveling. So അപ്പോൾ ഈ കോൺവെർസേഷൻ ഒക്കെ പണ്ട് നടന്നിട്ടുണ്ട്. പക്ഷേ ഇറ്റ് വാസ് നെവർ ഒരു റെഗുലർ കോൺവെർസേഷൻ ബിറ്റ്വീൻ ജോൺ ആൻഡ് മീ on it, like as in you were not, you know, doing any treatments അങ്ങനെയൊന്നുമില്ല. No, not at all. അപ്പോൾ ഈ ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോൾ he said എന്നാ പിന്നെ നോക്കിക്കൂടെ. അപ്പം ഞാൻ പറഞ്ഞു അത് നമ്മളിങ്ങനെ നോക്കി പക്ഷേ പിന്നെ വന്നില്ല. പക്ഷേ ഡോക്ടർ ഇറ്റ്സ് ഓക്കെ, വി ഡിഡ് നോട്ട് think much about it. He said Maya veru ende eduthu veru, just come, let's do some treatment and see you know how it is going. But you know that did not happen. I did try IVF and it did not happen. So but I was never dejected and depressed or anything, like because I've heard a lot of people say that you know the IVF treatments were very heavy on them. Bhankara depressing, bhankara draining, and emotionally you know three effort at the day when it doesn't click, because you're waiting for something. You are waiting so earnestly for it, and when you, and it's not a easy treatment procedure easy alla. You do all of that and when it doesn't click you are so drained, you are so beaten. So but you didn't have any of that because you want, that's what I was not very invested, I would say. ഞാൻ അത്രയ്ക്ക് അങ്ങനെ അയ്യോ ഇതിനു വേണ്ടി പ്ലീസ് ദേവി അങ്ങനെ. Were you and John on the same page? Yes, that's very important. Both of us were on the same page, you know. So John was very chill about it. Okay, I don't know about, and fortunately for us both of us did not have pressure from the parent side also. Oh my god, that's the biggest blessing. Biggest blessing. ഒരു പ്രഷറും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. That's very surprising. നമ്മുടെ നാട്ടിലെ പേരൻസ് ആയിട്ട് ആ ഒരു പ്രഷർ ഇല്ലാത്ത. I'm like absolutely, you know, respect your parents for that. Oh my god, ഒരു പ്രഷറും ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെല്ലാം ഏറ്റവും കൂടുതൽ പ്രഷർ വരുന്നത് ഉമ്മയും, like not my dad, my mom. Oh my god. She's going to kill me, but yeah. So there was no pressure at all. അപ്പോൾ നമ്മൾ ചില്ലായിട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഈ IVF നടക്കാതെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എടാ നമുക്ക് ഒരു കുഞ്ഞിനെ എടുത്തൂടെ. അപ്പോൾ എവിടെയോ ആഫ്റ്റർ സുന്ദരൻ ലെഫ്റ്റ് യുനോ, അപ്പം സുന്ദരൻ ആക്ച്വലി വാസ് ബിക്കമിങ് ഒരു കുറച്ചൊരു ഏജ്ഡ് 13 years ആകുമ്പോഴത്തേക്ക് അത് കുറച്ചൊരു ഓൾഡർ ക്യാറ്റ് ആയല്ലോ. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു അയ്യോ ഇവൻ്റെ സൺസെറ്റ് ഡേയ്സ് ആയി എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഞാൻ നമുക്കൊരു കുഞ്ഞിനെ നമുക്ക് എടുത്തൂടെ. അപ്പോൾ യുനോ ബിഫോർ ഐ കുഡ് ഈവൻ ഫിനിഷ് ഹി സെഡ് യെസ് ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പം ഞാൻ പറഞ്ഞു are you sure? Are you really sure? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം എല്ലാവരുടെയും ഏറ്റവും ടഫ് ആയിട്ടുള്ള പാർട്ട് അതാണ്, decision to make the decision. Yes, because you know വീട്ടുകാരെന്ത് പറയും. അത് ചോദിക്കാൻ വന്നു നിങ്ങൾ വീട്ടുകാരും നിങ്ങളെ റിലേറ്റീവ്സ് എല്ലാം എടാ I don't know, അതൊന്നും ഒരു വിഷയമായിരുന്നില്ല നമ്മളെ സംബന്ധിച്ച്. They were all aligned. Like we took the decision and we told them and they were all overjoyed. They were like wow, അടിപൊളിയാണ്. So you are so blessed. Yes, I mean like I think ഒരുപാട് ആൾക്കാരുടെ കേസിൽ that is the biggest impediment or hurdle to cross. എന്ന് വെച്ചാൽ to be aligned. ഒന്നാമത് നമ്മൾ നാട്ടിൽ ഈ പറഞ്ഞ പോലെ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ നാട്ടുകാർ എന്ത് പറയൂ, നമ്മളതെല്ലാം ഇറ്റ്സ് നോട്ട് യുവർ ബ്ലഡ്, ചോരയല്ല, ഇങ്ങനത്തെ ഒരുപാട് വരുമ്പോൾ ഞാൻ അപ്പം വിചാരിക്കും ഒരുപാട് കപ്പിൾസിന് പേരൻസ് ആവണം എന്നുണ്ടാവുമ്പോൾ പോലും ദിസ് ഇസ് ആക്ച്വലി ഡിറ്ററിങ് ദം. absolutely. പ്ലാൻ ബി ആയാലും സി ആയാലും if this is their only option people should actually support them. അല്ലേ? So
എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതൊന്നും ഒരു വിഷയമേ ആയിരുന്നില്ല. ദോസ് ഏരിയാസ് were all like so all smooth. tick. You know, this whatever said and done, this unspoken, you know, there's an unspoken or unidentified stigma around this. Yeah. But you know, you're so blessed to have not had any One, of it. there was never a pressure about, maybe because, you know, see, I married somebody of my choice. Yeah. John has also lived his life on his own. Okay. എപ്പോഴും സ്വന്തം ഡിസിഷൻസ് എടുത്ത് ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടായിരിക്കാം both our parents were like, okay, let them live their life. അവരുടെ ഡിസിഷൻ, അവരുടെ ലൈഫ്, Yes. whatever. Yeah. So, But what do you think is the general? Why do people misunderstand so much? see, I think a lot of ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് കുറേ മാറിയിട്ടുണ്ട്. Because അതെ, from the love that I have received, my daughter has received, it is so beautiful. I cannot tell you. ഇത്രയും ആൾക്കാർ, ഞാൻ ഇപ്പോഴും വെളിയിൽ പോകുമ്പോൾ people come to me, they cry, they hug me, and I'm like, ഞാൻ ഇത്രയൊക്കെ ചെയ്തോ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. Because you know, see, this എല്ലാവർക്കും ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ചിലപ്പോൾ അതിൻ്റെ സ്റ്റിഗ്മ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഡിസിഷൻ എടുക്കൽ ഈസി അല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ് ഇസ്, എനിക്കറിയില്ല, മേ ബി ആസ് ഐ ടോൾഡ് യു തോഹിത, ഐ ബിലീവ് സ്പിരിച്വലി ഓൾ ഓഫ് ദീസ്. ഇപ്പം എനിക്ക് കുറേ പൂച്ചകളുണ്ട്. ദർ ആൾ യുവർ സോൾ ചിൽഡ്രൻ. എവിടേക്കോ ദേ വർ യുവർ ചിൽഡ്രൻ, റൈറ്റ്? സോ എനിക്ക് അതുങ്ങളെ കുഞ്ഞുങ്ങളായിട്ട് കാണാൻ പറ്റുമെങ്കിൽ വേറെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കുഞ്ഞുങ്ങളെ പോലെ എനിക്ക് കാണാൻ പറ്റണ്ടേ? അല്ലെങ്കിൽ വേറെ ഏത് കുഞ്ഞുങ്ങളും എൻ്റെ കുഞ്ഞുങ്ങളെ പോലെ എനിക്ക് കാണാൻ പറ്റണം. അത് എനിക്കറിയില്ല. ഞാൻ എന്താ പറയുക, ഐ ഫീൽ ഇറ്റ് ഈസ് വെരി നോർമൽ ഫോർ മീ, അറ്റ്ലീസ്റ്റ് ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി നോർമൽ. അത് നോർമൽ അല്ലാത്തൊരു സിറ്റുവേഷൻ എനിക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. സോ അതുകൊണ്ട് എനിക്ക് വലിയ നമുക്ക് വേണമെന്നുണ്ടെങ്കിലും even if we know that നമ്മളെ ഹാർട്ടിൽ ആ ലവ് ഉണ്ടെങ്കിലും നമുക്ക് എപ്പോൾ see like they say it takes a village to raise a child. You want to make sure everyone is aligned. അല്ല, you know, I think we'll talk about it further. പക്ഷേ അതുകൊണ്ടാണ് your biggest hurdle was overcome. But you said ആ ഒരു ഡിസിഷൻ എടുക്കലാന്ന് ഈ പറഞ്ഞ പോലെ ഏറ്റവും വലിയ, അത് കഴിഞ്ഞിട്ട് then the system tested you. Totally. System again, you know, അതാണ് ഞാൻ ഇപ്പം ഇപ്പം നേരത്തെ you said all these people, my immediate people were all aligned. But unfortunately, when it came to the other side, those people were not aligned. Which is the system. Yes. അതാണ് സിസ്റ്റം എന്ന് പറയുന്നത് ആൾക്കാരാണല്ലോ. ഇതൊക്കെ വേണമെങ്കിൽ എപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, നമുക്കിപ്പം വേണമെങ്കിൽ ഒരു കാര്യം ചെയ്തു തരാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ പറയാണ്, അയ്യോ എനിക്കൊരു കുറച്ച് വെള്ളം എടുത്തു തരുമോ? ദ പേഴ്സൺ സിറ്റിംഗ് ദെയർ ക്യാൻ സേ, ഇല്ല, എനിക്ക് അതെൻ്റെ ജോലിയല്ല, എൻ്റെ ജോലി ഈ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ വേണമെങ്കിൽ ആൾക്കത് ചെയ്തു തരാൻ പറ്റും. അതേപോലെയാണ് എല്ലാ കാര്യവും. ഇഫ് ദർ ഇസ് എ ഗുഡ് ഇൻറ്റെൻറ്റ്, ഇറ്റ് ഈസ് പോസിബിൾ. അത് ആർക്കും ഇല്ല. അത്രേ ഉള്ളൂ. എല്ലാവർക്കും അതേ, ഇത് എന്റെ ജോലിയല്ല, അതെന്റെ ജോലിയല്ല, എൻ്റെ ജോലിയല്ല, അത് അവരുടെ ജോലിയാ, ഇതിങ്ങനെയാ, അതെന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പം ഞാനിപ്പം എൻ്റെ ആ ഒരു 4 years വെയിറ്റിംഗ് പീരീഡിനെ കുറിച്ച് പറഞ്ഞു. അതൊക്കെ ഈസി ആയിട്ട് പോയി. So you applied and you had to wait for 4 years before the child is assigned to you. Correct. അപ്പോൾ ആ 4 year അത്രയും വെയിറ്റിംഗ് പീരീഡ് ആണോ? Or is that നിങ്ങളെ ടെസ്റ്റ്? No, it is like, see, of course നമുക്ക് കുറേ നമ്മുടെ മെഡിക്കൽ ടെസ്റ്റ് കൊടുക്കണം, നമ്മുടെ ക്രിമിനൽ റെക്കോർഡ്സ് കൊടുക്കണം, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്കും ഒക്കെ അവർ ചെയ്യും. ഒരു ഹോം സ്റ്റഡി റിപ്പോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം ചെയ്തിട്ടാണ് ആ ഹോൾ റിപ്പോർട്ടാണ് കാരയുടെ വെബ്സൈറ്റിലേക്ക് പോകുന്നത്. കാര ഇസ് ദ മെയിൻ സെൻട്രൽ ബോഡി ഇൻ ഇന്ത്യ ഫോർ അഡോപ്ഷൻ. സോ അത് കഴിഞ്ഞ് അത് റിവ്യൂ ചെയ്യും. സോ ഇറ്റ് ഇസ് ജസ്റ്റ് ദാറ്റ്, യു നോ, ദ സിസ്റ്റം ഇസ് നോട്ട്. അപ്പോൾ ദാറ്റ് സിസ്റ്റം ടേക്സ് 4 years, ദാറ്റ് പ്രോസസ്. യെസ്. അപ്പോൾ അതെല്ലാം അവർ റിവ്യൂ ചെയ്ത്, ഇറ്റ്സ് ലൈക്ക് ദിസ്, ഒരു പോർട്ടലിലേക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ പോകുന്നു. അതേപോലെ തന്നെ മറ്റൊരു പോർട്ടലിൽ ഒരു കുഞ്ഞിൻ്റെ റിക്വയർമെൻറ്റ് വരുന്നതനുസരിച്ച് കുഞ്ഞിനെയും ആ പോർട്ടലിലേക്ക് ഇടുവാണ്. സോ ഒരു പോയിന്റ് എത്തുമ്പോൾ വി ഡോണ്ട് നോ, വി ജസ്റ്റ് ഗേവ്, വി വാണ്ടഡ് എ ഗേൾ ഇൻഫൻറ്റ്, and your age, collective age should be below 80 years for you to apply for an infant. So infantine വേണം, girl ആണ്, anywhere in India നമ്മൾ കൊടുത്തു അപ്ലൈ ചെയ്യുമ്പോൾ. Yes, anywhere in India, thinking that we don't want to restrict it. ഇപ്പോൾ നമ്മൾ കേരളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് കുഞ്ഞുങ്ങളല്ലേ ഉണ്ടാവുള്ളൂ. So we didn't want to restrict. കേരളത്തിൽ കുറവായിരിക്കും given the, you know, possible. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഇതേ കൊടുത്തില്ല. We thought let's do it all over India. When you get an infant, you know, they come into your culture anyway. Yes. അപ്പോൾ അതാണ് നമ്മൾ കൊടുത്ത റിക്വയർമെന്റ്. അതിന് അപ്പം നമ്മുടെ അടുത്ത് ഇനീഷ്യലി തന്നെ പറഞ്ഞിരുന്നു 4 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. യു നോ, പ്ലീസ് ഡോണ്ട് കീപ് കോളിങ് അസ് ബിക്കോസ് ഇവിടെ ആഫ എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് അത് ഡീൽ ചെയ്യുന്നത്. സോ പ്ലീസ് ഡോണ്ട് കീപ് കോളിങ് അസ് ബിക്കോസ് അതിന് പ്രോസസ് ടൈം എടുക്കും. വി സെഡ് ഓക്കെ, ഫെയർ ഇനഫ്, വി അണ്ടർസ്റ്റാൻഡ്, പ്രോസസ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. ഈ 4 years കഴിഞ്ഞിട്ട് നമുക്ക് റെഫറൽ കിട്ടി. ദാറ്റ് വാസ് ഇൻ 2004 ഡിസംബറിലാണ്. 2024.
ഡിസംബറിലാണ് നമുക്ക് റെഫറൽ കിട്ടുന്നത്. Referral as in of the baby. യെസ്, ആദ്യമായിട്ടൊരു കുഞ്ഞിനെ നമുക്ക് അസൈൻ ചെയ്തു. അപ്പം നമ്മൾ ബോംബെയിൽ പോയി. To see the baby. യെസ്, ബോംബെന്നാണ് നമുക്ക് കിട്ടിയത്. ബോംബെയിൽ പോയി. അപ്പോൾ വി സോ ദ ചൈൽഡ് ആൻഡ് വി ലൈക്ക്, ഓ മൈ ഗോഡ്, ഷീ ഈസ് അഡോറബിൾ. ഓക്കെ, ദാറ്റ്സ് And she is John. യാ. That is the thing, right? Now I was the baby and I was like, oh, adoption thing. No, she looks ആ just സമയത്ത് എനിക്ക് അത്രയ്ക്ക് തോന്നിയില്ല. ഇപ്പം ഷീ ഈസ് ഡിറ്റോ. ശരിക്കും ഹെയറും മയതിലോ she looks so much like John. Yeah. So you must have, how was that feeling? Oh, it was beautiful. Were you able to hold her? Yes. Oh, okay. അവർ കൊണ്ടുവരും. നമ്മൾ ആ ഹോമിൽ പോയി. അപ്പൊ അവര് And കുഞ്ഞിനെ was she newborn? No, she was 6 months at that 6 months. time. Okay. അപ്പൊ 6 മാസമായിരുന്നു. They keep 6 months till they put it on Yes, the they actually keep the child. That's what they told me. പക്ഷേ എനിക്ക് അറിയില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കേട്ട സ്റ്റോറീസിനകത്ത് 4 monthsലെ കുഞ്ഞുങ്ങളെയും അസൈൻ ചെയ്തിട്ടുണ്ട്. Okay. അപ്പൊ എനിക്ക് And the reason is? They said usually when ഒരു കുഞ്ഞ് ആ ഹോമിലേക്ക് വരുമ്പോൾ they give the parents Enough time to, yes. enough time to even come back and claim the child. അതൊരു 6 months ആണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. The real parents. പക്ഷേ അതേ സമയത്ത് തന്നെ 4 months ആയിട്ടുള്ള കുഞ്ഞുങ്ങളെയും കൊടുത്തിട്ടുണ്ട്. So there is no clarity. അപ്പൊ അത് എനിക്ക് അറിയില്ല അത് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഐ സെഡ് ഓക്കെ, എനിവേ നമ്മുടെ അടുത്ത് ഇത് പറഞ്ഞു. വി സെഡ് ഓക്കെ ഫൈൻ, 6 months. അങ്ങനെ കുഞ്ഞിനെ അവള് വന്നപ്പോ തന്നെ അന്ന് കൊച്ചല്ലേ, അപ്പൊ അതൊരു ചിരിച്ചോണ്ടാ വന്നേ. ഭയങ്കര ചിരിയായിരുന്നു. Then we held her. അവിടെ it locks അല്ലേ, your heart just locks. 100%, you know. Then you have seen the baby, you have held the baby. Now I was like, okay, I waited for 4 years. ഇനിയും ടൈം എടുക്കില്ലല്ലോ അല്ലേ. അപ്പോൾ they said no, it isn't. We understand പേരൻസിൻ്റെ ഒരു ഇമോഷണൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈവൻ it is better for the child also to move from the home to the parents as soon as possible. അപ്പം ഞാൻ പറഞ്ഞു ശരി. അപ്പം പക്ഷെ ബോംബെ ആയതുകൊണ്ട് ഹൈക്കോർട്ടാണ് ഡിസിഷൻ എടുക്കേണ്ടത്. സോ ഇറ്റ് വിൽ സംടൈംസ് ടേക്ക് 6 months. ബോംബെ ഉണ്ട്. വേറെ സ്ഥലത്താണെങ്കിൽ കളക്ടർ അല്ലെങ്കിൽ സെഷൻസ് കോർട്ട് ആയിരിക്കും. അതപ്പം അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല. ഇത് ഹൈക്കോർട്ട് എന്ന് പറഞ്ഞാൽ കുറെ കേസസും ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുറച്ച് താമസം ഉണ്ടാവും. പക്ഷെ അതർവൈസ് എന്തായാലും നിങ്ങൾക്ക് 4 to 6 months ഇത് ശരിയാവും. അപ്പോൾ തന്നെ ഐ എം തിങ്കിങ് ഓക്കെ 2025 മെയ്യിൽ ഷീ വിൽ ടേൺ 1 year. അപ്പം മെയ്യിലാണ് ഇവളുടെ ബർത്ത്ഡേ വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ജൂൺ ആകുമ്പോൾ എന്തായാലും കിട്ടണം, 1 year അവളെ കിട്ടണം. എൻ്റെ ദൈവമേ, ഫ്രം there it was a very difficult task. ഇത് കഴിഞ്ഞ് ഈ ആഫയുടെ ലൈസൻസ് എക്സ്പയറായി ഇവിടുത്തെ സെന്റർ. അതെ, ഇവിടുത്തെ അത് അത് കാരെയാണ് പുതുക്കി കൊടുക്കേണ്ടത്. അത് പുതുക്കിയിട്ടില്ല. അതിങ്ങനെ ഡിലേ ചെയ്ത് that took a toll on me. That really took especially a toll because you've seen the child now. Yes, because ഇതിന്റെ ഇടയിൽ നമ്മൾ ഇടയിലൊക്കെ നമ്മൾ 2-3 പ്രാവശ്യം ലാസ്റ്റ് ഇയർ മുഴുവൻ ബോംബെ ആയിരുന്നു നമ്മുടെ ഫുൾ ബാക്ക് ആൻഡ് ഫോർത്ത് we were traveling. And every time you went, you saw the baby as well. Yes, അപ്പത്തേക്ക് അവള് വളരാൻ തുടങ്ങിയല്ലോ. So you name her baby? No. They had a name for her. Okay. And we named her Netra later on. Okay. So നമ്മള് കുഞ്ഞിനെ കാണുന്നുണ്ട്. പക്ഷെ every time you hold her and then you have to give her back. No, yeah. Such a heartbreaking. Yes, it is very, very disheartening. ഒരു സെപ്റ്റംബർ ഒക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ കിളി പോയി തുടങ്ങി എനിക്ക്. So this is where I was saying, you know, നമുക്ക് നമ്മൾ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ this is so difficult. Yeah, exactly. So then അപ്പം ശരിക്കും പറഞ്ഞാൽ അതുവരെയും നമ്മൾ എന്നോട് അപ്പം ഞാൻ അപ്പോഴത്തേക്ക് it has been 5 years. 4 years of wait, and 1 year of this. Yes, അപ്പോഴത്തേക്ക് 5 years ആയി. You know, this is where I was saying, you need your family also to be aligned. So because everyone, so how was everybody's, reaction? See, they're all like, you enda avate endiyana. They're all just praying and they're all waiting. They're like, it is difficult. പക്ഷേ see അത് ആ ഒരു ഫേസും കഴിഞ്ഞ് പക്ഷെ അപ്പോഴാണ് സുരേഷ് ഗോപി enters our life. And I heard you talk about this, right? And I was thinking that is because you had a Suresh Gopi. Correct. What about others? 100%. അതാണ് എൻ്റെ ആ വീഡിയോയിലും ഞാൻ പറഞ്ഞതാണ്. എനിക്ക് എൻ്റെ ഒരു ആക്സസ് സുരേഷ് ഗോപിയിലേക്ക് ഉണ്ടായിരുന്നു. അത് ഡയറക്റ്റ് ആക്സസ് ആണ്. പുള്ളി എനിക്ക് ഏത് സമയത്തും വിളിക്കാനുള്ളൊരു ആക്സസ് ഉണ്ട്. എന്നിട്ടും ഞാനത് ഏറ്റവും ലാസ്റ്റ് ഒരു റിസോർട്ടായിട്ടാണ് വെച്ചത്. ഇൻഫാക്ട് എൻ്റെ അടുത്ത് ഞാൻ കുഞ്ഞ്
ഒരു ജൂണിലൊക്കെ വരും എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആക്ച്വലി ആ സമയത്ത് ഓഫീസിൽ പറയണമല്ലോ, ഞാനൊരു മെറ്റേണിറ്റി ലീവ് എടുക്കുമ്പോൾ ഞാൻ പറയണം. അപ്പോൾ ഞാൻ ആദ്യം മിഥുൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. മിഥുൻ്റെ അടുത്തും എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ശിവ എന്ന് പറഞ്ഞിട്ട്, അവരുടെ അടുത്താണ് നമ്മൾ ആദ്യം വി ഹാങ് ഔട്ട് ലൈക്ക് ആസ് ഫാമിലി. സോ അപ്പം ഞാൻ അവരുടെ അടുത്താണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മിഥുൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എടി നിനക്ക് സുരേഷ് ചേട്ടൻ അങ്ങനെ വിളിച്ചൂടി, നമുക്ക് ഞാൻ പറഞ്ഞേടാ അത് വേണ്ട. സി ബിക്കോസ് ഇറ്റ്സ് എ മാറ്റർ ഓഫ് എ ചൈൽഡ്, യു നോ, ഇറ്റ്സ് എ വെരി പേഴ്സണൽ, ഇറ്റ്സ് എ വെരി പ്രൈവറ്റ് തിങ്. എനിക്കിതിനകത്തൊരു വേറൊരാളുടെ ഒരു ഇൻ്റർഫിയറൻസ് വേണ്ട. അത് തുടക്കത്തിലേ നമ്മുടെ അടുത്തും പറഞ്ഞു, സി ഇതിനകത്ത് വേറെ ഇൻ്റർഫിയറൻസ് പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. They don't encourage it. But I'm scared. They want you to just wait. See, I was scared that ഞാനിത് ചെയ്ത് കുഞ്ഞിനൊരു ഒരു ഇതുണ്ടാവരുതല്ലോ, ഒരു രീതിയിലും കുഞ്ഞിനും അത് എഫക്റ്റ് ആവരുത്. സോ എനിക്ക് അതും പേടിയുണ്ടായിരുന്നു. ഇനി നമ്മളെങ്ങാനും കൂടുതൽ ഓവർ സ്മാർട്ട് കളിച്ച് ഇനി അവസാനം കുഞ്ഞിന് എന്തെങ്കിലും തരാണ്ടല്ല, ലൈക്ക് സി they can make it more complicated for you. I don't know, right? അപ്പം ഞാൻ വിചാരിച്ചു ലെറ്റ്സ് വെയിറ്റ്, കുഴപ്പമില്ല. പക്ഷേ ഈ ആഫയുടെ ലൈസൻസ് കിട്ടാതെ വന്നപ്പോഴാണ് ഇനഫ് ഇസ് ഇനഫ്. ബിക്കോസ് എന്നെ അത് ബിക്കോസ് ആഫ ഇസ് റൺ ബൈ ഓമന മേനൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡിയാണ് റൺ ചെയ്യുന്നത്. അപ്പം മാഡം ഒരു ദിവസം എന്നെ വിളിച്ചിട്ട്, ഞാനൊരു ദിവസം ഭയങ്കര സങ്കടത്തിൽ ഞാൻ മാഡത്തിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഫൈനലി ഒരു ഒക്ടോബർ ഒക്കെ ആയപ്പോൾ, നവംബർ ആയപ്പോൾ ഷീ ആക്ച്വലി കോൾ മീ അപ്പ്. ഷീ സെഡ്, "മാ, ഐ ആം സോ സോറി, വി ഡോണ്ട് നോ എന്തുകൊണ്ടാണ് കാരയിൽ നിന്ന് ഇത് ലൈസൻസ് നമുക്ക് കിട്ടാത്തതെന്ന് അറിയില്ല." But you know, they just keeping people hanging. യെസ്, അതാണ്, ദാറ്റ്സ് മൈ പോയിന്റ്. യു നോ, അത് എന്താണിത് അല്ലേ? ദേ നോട്ട് ഒരു മിനിറ്റ് പോലും അവർ പേരൻസിന്റെ മനസ്സിൽ കൂടെ എന്താണ് കടന്നു പോകുന്നതെന്ന് അവർ ചിന്തിക്കുന്നില്ല. This is like so customary, we're just doing this. അയ്യോ ശരിക്കും അതൊരു, ഇറ്റ്സ് നോട്ട്, യു നോ, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, വി ആർ നോട്ട് ജസ്റ്റ് നമ്പേഴ്സ് ഓൺ ആപ്ലിക്കേഷൻ പേപ്പർ. we are parents who are with emotions. There is so much of and നമ്മൾ അത്രയും ഒരു മനസ്സിൽ അത്രയും ഒരു എന്താ പറയുക, ഒരു ഹെവിനെസ് കൊണ്ടാണ് നടക്കുന്നത്. പിന്നെന്താ, അതും നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ പറയാന്ന് വെച്ചാൽ ഈ പറഞ്ഞല്ലോ, യുവർ പ്ലാൻ എ, സോ യു ഹാവൻറ്റ് ഗോൺ ത്രൂ ദാറ്റ് എമോഷണൽ ടർമോയിൽ, റൈറ്റ്? There are people who are struggling and want to just get 100%. on with this. ഞാനിത് പറയുകയും ചെയ്തു ബിക്കോസ് റീസെൻ്റ്ലി a lady, she reached out to me. She had close to some 6 miscarriages. Oh, there. Okay, see, this is what I'm saying. 4 failed IVFs. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവരിപ്പം അഡോപ്ഷനിൽ. This is what I said, the final resort ആയിട്ട് വരുന്ന ആൾക്കാർ എമോഷൻ is unmatched. അവരോടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. ഇറ്റ് ഈസ് വെരി സാഡ്. ആൻഡ് ഇതൊക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിലെ ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഞാൻ ശരിക്കും ഞാൻ ഡിപ്രഷനിൽ പോകുമെന്ന് തോന്നിയത് ആ 2 weeks ഇൻ ബോംബെ. ബിക്കോസ് ഈ ആഫയുടെ ലൈസൻസ് ഒക്കെ റെഡിയാക്കി, പിന്നെ അത് കഴിഞ്ഞിട്ട് കോർട്ടിൻ്റെ ഓർഡറും ഒക്കെ വന്ന് 1 മാസത്തോളം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ്. അപ്പം അത് കഴിഞ്ഞ് ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യണം. 1 മാസത്തോളം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബോംബെ പോകുന്നത്. ബോംബെയിൽ നമ്മൾ പോകുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ദ ഹോൾ പോയിന്റ് വാസ് നമ്മൾ ലീവ് എടുത്ത് തന്നെ പോവാം. അപ്പോൾ 1 മാസം കഴിഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ജോണിൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നമുക്കിനി പോവാം, ഒരു 2 weeks ബോംബെയിൽ നിൽക്കാം, എന്നിട്ട് എവറി ഡേ വീൽ ഗോ ടു ദറ്റ് ഹോം, ബി വിത്ത് ഹർ, സോ ഷീ ഗെറ്റ്സ് അക്കസ്റ്റം ടു അസ്. അവളെ അങ്ങ് പെട്ടെന്ന് എടുത്തുകൊണ്ട് വരുന്നത് എനിക്കൊരു പേടിയായിരുന്നു. എങ്ങനെയാ കുഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുമോ? ആ ഹോമെല്ലാം നല്ലതായിരിക്കും. ഹോം നല്ലതായിരുന്നു കേട്ടോ. അത് ഐ ഹാവ് ടു ടെൽ യു, ദേ റിയലി യൂസ് ടു ടേക്ക് കെയർ ഓഫ് ദി ചിൽഡ്രൻ. അത് പറയാതിരിക്കാൻ വയ്യ. നന്നായിട്ട് അതായിരുന്നു ഏറ്റവും വലിയ സമാധാനം. ഒന്നുമില്ല, കുഞ്ഞ് സേഫാ, കുഞ്ഞിനെ നന്നായിട്ട് നോക്കുന്നു. അതും കൂടി ഇല്ലെങ്കിൽ we would be so disturbing. 100%. സോ അതൊരു ആശ്വാസം തന്നെയായിരുന്നു. ദെൻ ഫൈനലി ആ 2 weeks അപ്പം നമ്മൾ ആദ്യം ഒരു മാർച്ച് 1st കൂടി പോകാം എന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് ഈ അൺറെസ്റ്റ് വരുന്നത്. സോ വി പുഷ്ഡ് ഇറ്റ് ടു 1 more week. ആൻഡ് ദെൻ ഒരു മാർച്ച് 8 നമ്മൾ ബോംബെ ലാൻഡ് ചെയ്തു. This is something that I've not even told in my video, which I'll tell you right now. That 2 weeks literally killed me because ഞാൻ 8 അവിടെ ലാൻഡ് ചെയ്യുന്നു. 9 വി ഗോ ദെയർ. ഓക്കെ, ആ ഹോമിൽ ഞാൻ പോയപ്പോൾ they were surprised to see us. So they said, आ गए, वहाँ तो वॉर चल रहा है. वॉरൊക്കെ ഉണ്ട് മാഡം, പക്ഷേ we came because we want to take our child. So she's like, नहीं ये तो टाइम लगेगा. ഞാൻ പറഞ്ഞു, മാം NOC വന്നിട്ട് 1 മാസമായി, യു ഹാവ് അപ്ലൈഡ് ഫോർ ദ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇനിയെങ്കിലും ബർത്ത് സർട്ടിഫിക്കറ്റ് വരണ്ടേ? നിങ്ങളപ്പോൾ എത്ര നാളുണ്ട് ഇവിടെ? ചോദിക്കാം, അതനുസരിച്ചിട്ട് ലേറ്റ് ആക്കാം. അപ്പം ഞാൻ പറഞ്ഞു, നമ്മളിവിടെ ഒരു 2 weeks എന്തായാലും ഉണ്ട് മാഡം. എവിടെയാ അപ്പോൾ നിങ്ങൾ നിൽക്കുന്നതൊക്കെ? ഞാൻ പറഞ്ഞു, എൻ്റെ ഫ്രണ്ടിൻ്റെ വീടുണ്ട്, വി ആർ സ്റ്റേയിങ് ദയർ മാഡം, ഇത്തവണ കുഞ്ഞിനെ കൊണ്ടാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. എന്നാൽ ഞാൻ വെയിറ്റ് ചെയ്തു, ഒരുപാട് ഞാൻ വെയിറ്റ് ചെയ്തു, മതി എനിക്ക്. അപ്പോൾ എന്നിട്ട് അന്ന് നമ്മൾ കുഞ്ഞിനെയൊക്കെ കണ്ടു.
അടുത്ത ദിവസം നമ്മൾ വീണ്ടും പോയി. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ വീണ്ടും കുഞ്ഞിനെ കൊണ്ടുവന്നു. നമ്മൾ കുറച്ച് നേരം അവളെ എടുത്തു. അപ്പോൾ പെട്ടെന്നൊന്നും വരില്ല, കുഞ്ഞല്ലേ, ഷീ നോസ് വി ആർ നോട്ട് ഹെർ പീപ്പിൾ, റൈറ്റ്? കരച്ചിലും ഒക്കെയാ. അതിൻ്റെ ഇടയിൽ അപ്പോൾ ഞാൻ എന്നിട്ട് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, മാഡം ഞാൻ അവളെ ഫീഡ് ചെയ്തോട്ടെ? അപ്പോൾ അവർ പറഞ്ഞു നെ ബാഹർ കാ ഖാന അലൗഡ് നെയ്യ്. ഞാൻ ബാഹർ കാ ഖാന അല്ല, നിങ്ങളുടെ തന്നെ ഫുഡ് ഞാൻ കൊടുത്തോട്ടെ? ഇല്ല, നിങ്ങളെങ്ങനെ മേളിൽ പോകുന്നത്, മുകളിൽ വേറെയും കുഞ്ഞുങ്ങളില്ലേ? മാഡം നിങ്ങൾ താഴോട്ട് കൊണ്ടുവരൂ, ഞാൻ നിങ്ങളുടെ ഫുഡ് താഴെ വെച്ച് കൊടുക്കാമല്ലോ എനിക്ക്. Then she said something which broke my heart into a million pieces. She said, "आपके हाथों से वो नहीं खाएंगे." ഞാനുണ്ടല്ലോ, ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. I burst out crying, and because that woman had no heart to actually understand that, see, I am already going through so much of doubts. നമുക്ക് തോന്നുന്നു, അയ്യോ ഈ കുഞ്ഞ് ഓക്കെ ആയിരിക്കും, am I enough for her, will she adjust with me? ഇങ്ങനെയൊരു 1500 ഡൗട്ട്സ് നമ്മുടെ മനസ്സിലിരിക്കുമ്പോഴാണ് ഷീ ഈസ് ടെല്ലിങ് മീ, നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞ് ഭക്ഷണം കഴിക്കില്ല. ഞാനല്ലേ ആ കുഞ്ഞിന് ഇനി ഫ്യൂച്ചറിൽ കൊടുക്കേണ്ടത്? അത്രയും പോലും അവർ ചിന്തിച്ചില്ല. They are not at all supportive or empathetic towards. She said this to me. അതും സോഷ്യൽ വർക്കറാണ് ഈ പറയുന്നത് എൻ്റെ അടുത്ത്. സംബഡി ഹൂ ഷുഡ് ബി വെരി എംപത്തറ്റിക്. ആലോചിച്ച് നോക്കിയേ, ആ സോഷ്യൽ വർക്കറിൻ്റെ ജോലിയേ എംപത്തിയാണ്. എന്തെല്ലാം ആൾക്കാരെ in that profession, obviously you don't see it progressing. എനിക്കറിയില്ല. ഞാൻ അവിടെ നിന്ന് അപ്പോൾ അവർ പറഞ്ഞു, ക്യാ ബച്ചോൻ ജൈസെ റോ രേയോ? ഞാൻ മാം ഐ വെയിറ്റഡ് ഫോർ സോ ലോങ്. അപ്പോൾ ജോൺ എൻ്റെ ദെൻ ജോൺ വാസ് ലൈക്ക്, എടി നീ ഇവിടെ നിന്ന് കരയരുത്, നമുക്ക് പോവാം. ആൻഡ് ദെൻ ഷീ സെഡ് സംതിങ് ദറ്റ് റിയലി ഗോട്ട് ജോൺ വെരി ആംഗ്രി. ഷീ സെഡ്, ബാക്കിയും പേരൻസ് ഇതുപോലെ ഉണ്ടല്ലോ, അവർക്കില്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്താ? അപ്പം ജോൺ ഗോട്ട് സോ ആംഗ്രി. ഹീ സെഡ്, മാഡം, ബാക്കി പേരൻസിന് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇറ്റ് ഇസ് നോട്ട് അവർ കൺസേൺ. വി ഹാവ് എ പ്രോബ്ലം ആൻഡ് ദിസ് ടൈം, മാർക്ക് മൈ വേർഡ്സ്, വി വിൽ ഓൺലി ഗോ വിത്ത് അവർ ചൈൽഡ്. ഹീ സെഡ് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞപ്പോഴത്തേക്കും ഷീ ജസ്റ്റ് കാംഡ്. അവരൊന്ന് കുറച്ചൊന്ന് ഏർഗ്ഡായിപ്പോയി. അപ്പോൾ ഷീ സെഡ്, നെയ് മേരാ മത്ലബ് വോ നെയ്. ഐ സെഡ്, ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് മാഡം, വി ആർ ലീവിങ് റൈറ്റ് നൗ. ആൻഡ് വി ലെഫ്റ്റ്. ആൻഡ് ജോൺ പറഞ്ഞു, നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ലല്ലോ, ലെറ്റ്സ് ഗോ ഹാവ് ലഞ്ച്. ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കരഞ്ഞ് എൻ്റെ തോഹിത, ഐ കനോട്ട് ടെൽ യു, ഐ ഫെൽറ്റ് മൈ ഹാർട്ട് ഹാസ് ലൈക്ക്, എന്താ പറയുക, ഒരു 100 കിലോ ഒരു വെയിറ്റ് എടുത്ത് എൻ്റെ ഇതിനകത്ത് വെച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. ഐ ഫെൽറ്റ് and I told him, you know what, I think I'm going to die. With pain. So he said, നീ എന്തുവാടി പറയുന്നത്, നീ എന്തു പറയുന്നത്, just calm down, you just calm down, things will work, I am telling you. ഇത്തവണ നമ്മൾ കുഞ്ഞായിട്ടേ പോവുള്ളൂ. ആൻഡ് ദെൻ നമ്മൾ താമസിച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്. അപ്പോൾ ഷീ കോൾ മീ റാൻഡംലി, ഷീ ജസ്റ്റ് ടു ചെക്ക് ഇഫ് എവറിത്തിങ് വാസ് ഓക്കെ. ആൻഡ് ഐ ബേസ്റ്റ് ഔട്ട് ക്രൈങ്. ഐ സെഡ്, എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഷീ സെഡ്, മായ വെയിറ്റ്, ലെറ്റ് മീ സീ വാട്ട് വി ക്യാൻ ഡു. ഇൻസിഡൻ്റ്ലി എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഹർ father is a very good friend of ഈ ഹോമിലെ ഒരു one of the trustee or somebody. So you didn't know that before? I didn't know this before. സംസാരിച്ച് വന്നപ്പോഴാണ് ഇത് അറിഞ്ഞത്. ബിക്കോസ് ഞാനിത് ആരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ലാസ്റ്റ് മിനിറ്റ് ഇതൊക്കെ പറയുന്നത്. സോ സംസാരിച്ച് വന്നു. അപ്പോൾ ദേ മെയ്ഡ് സർട്ടൻ ഫോൺ കോൾസ്, ഐ ഡോണ്ട് നോ വാട്ട്, എന്താണെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മളവിടെ പോകുമ്പോൾ ഉണ്ടല്ലോ, കംപ്ലീറ്റ് ഡിമീനിയർ ഹസ് ചേഞ്ച്ഡ്. അവർ ഫുൾ such typical Indian Basta behavior. ഫുൾ മാറി. അവർ പറഞ്ഞു, എന്നിട്ട് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഹംനെ അപ്നെ പ്രസിഡന്റ് സെ ബാത് കിയ, നിങ്ങളുടെ കേസിനെ കുറിച്ച്, നിങ്ങൾക്ക് ഇവിടെ ഒരു റൂം തരാം, കുഞ്ഞിനെ നിങ്ങൾ ഫീഡ് ചെയ്തോ. Oh, look at, see, all of this is doable. Yes. And they wait it out until the pressure comes. So ഇതാ ഞാൻ പറഞ്ഞത്, വേണമെങ്കിൽ ചക്ക വേരിയിലും കായ്ക്കും. മനസ്സിലായോ? അപ്പോൾ ഇത് അവർക്ക് ഇന്നലെ എന്തുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല? അവർ പറഞ്ഞു, ഓക്കെ, മാന്യമായിട്ട് അവർക്ക് പറയാമായിരുന്നല്ലോ, വി വിൽ ജസ്റ്റ് ടോക്ക് ടു അവർ ട്രസ്റ്റി ആൻഡ് വി വിൽ ലെറ്റ് യു നോ. നിങ്ങൾ നാളെ വരുമ്പോൾ എന്തെങ്കിലും നമ്മളൊരു പരിഹാരം കാണാം. ഇങ്ങനല്ലേ നമ്മുടെ അടുത്ത് പറയേണ്ടത്? അതിന് പകരം നിങ്ങളുടെ അത് കഴിഞ്ഞ് ഒരു പ്രശ്നവും. അടുത്ത 3 ദിവസം കുഞ്ഞ് എൻ്റെ കൂടെ ഇരുന്നാ കഴിച്ചൊന്നുമില്ല. ഒബ്വിയസ്ലി ആദ്യത്തെ ദിവസം നമ്മൾ കഴിക്കത്തില്ല, ബിക്കോസ് അവൾ ബാക്കിയുള്ള കെയർ ഗിവേഴ്സിനെയൊക്കെ കാണുമല്ലേ. അപ്പൊ പക്ഷെ അറ്റ്ലീസ്റ്റ് ഇറ്റ് ഇസ് എ ബോണ്ടിങ് ആണല്ലോ, ഒരു ഗെറ്റിംഗ് യൂസ്ഡ് ടു ഉള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് ചെയ്യാൻ പറ്റി. ഞാനിത്
അഗൈൻ ഇത് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാനിത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആക്ച്വലി ഐ ഹാഡ് ലോട്ട് ഓഫ് പീപ്പിൾ ടോക്കിംഗ് ടു മീ ആൻഡ് വൺ ഓഫ് ദ പേരൻറ്റ് ആക്ച്വലി റീച്ച് ഔട്ട് ടു മീ സെയിങ് ദാറ്റ് അവരുടെ കുഞ്ഞിനെ അവർക്ക് കിട്ടിയത് ബാംഗ്ലൂരിലൊരു കോൺവെൻറ്റിൽ നിന്നാണ്. അപ്പം ആ കോൺവെൻറ്റിൽ വൈൽ ദ ഈ NOC വന്നു, വൈൽ ദ ബർത്ത് സർട്ടിഫിക്കറ്റ് വാസ് ഡൺ, ദേ ലെറ്റ് ദം ടേക്ക് ദ ചൈൽഡ് ഹോം, ദേ ഡിഡ് ദ ബാപ്റ്റിസം, all of that. So idakka it's people, it is all about what is your intention. ആ കുഞ്ഞിന് വേണ്ടി നല്ലതാണ് നിങ്ങളുടെ മനസ്സിൽ, അല്ലെങ്കിൽ പേരൻസിനോടൊരു ചെറിയ കരുണയുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ശരിക്കും ആലോചിച്ച് നോക്കി, എത്ര കുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്നത്, എത്ര there are so many kids that want a home, that want that love, and so many couples and to be parents who yearn this. This system makes it so difficult. Absolutely. Yeah. Why make it so difficult? ഇത് at the end of the day നിങ്ങൾക്ക് നമ്മളുടെ ക്രിമിനൽ റെക്കോർഡ്സ് കയ്യിലുണ്ട്, നിങ്ങൾക്ക് നമ്മുടെ ഹോൾ ഹിസ്റ്ററി കയ്യിലുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരാളെക്കുറിച്ച് കണ്ടുപിടിക്കാനായിട്ട് വെറും 5 മിനിറ്റ് മതി. സോ ഇഫ് യു തിങ്ക് ഇറ്റ് ഇസ് എ ജെന്യുവൻ കേസ്, സപ്പോർട്ട്. Be nice. എന്താണിത്? ബി നൈസ്, ജസ്റ്റ് ബി സപ്പോർട്ടീവ്. നോ. So when did she finally come to you? സോ അത് കഴിഞ്ഞ ആ 2 വീക്സിൽ തന്നെ നമ്മൾ കാര്യം നേടിയെടുത്തു കേട്ടോ. നമ്മൾ പിന്നെ മറ്റേ ഇറങ്ങി തിരിച്ചു. John was also aligned, he made calls. Very much, yeah. So then അത് കഴിഞ്ഞ് പിന്നെ നമ്മളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ ഇതേപോലെ തന്നെ വേറൊരാളെ നമ്മൾ വിളിച്ചു. സുരേഷ് ഏട്ടനെ ഇതിന്റെ ഇടയിൽ സുരേഷ് ഏട്ടനെ വിളിച്ചു കേട്ടോ. സുരേഷ് ഏട്ടനെ വിളിച്ചു. സുരേഷ് This is all because you have those contacts given where you are, your profession, all of it. I have openly told also. സുരേഷ് ഏട്ടൻ സത്യം പറഞ്ഞാൽ നേത്രയുടെ വല്യച്ഛനാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ പുള്ളി ഇല്ലായിരുന്നെങ്കിൽ ഈ ആക്ച്വലി സെയിം ഹോമിൽ തന്നെ വേറൊരു കുഞ്ഞ് വരുന്നുണ്ട്. ഷീസ് കമ്മിങ് ടു അബുദാബി. ഷീസ് കമ്മിങ് ടു അബുദാബി. ആ പേരൻസിന് ദേ ഇപ്പം മെയിലാണ് അവസാനം കുഞ്ഞിനെ കിട്ടിയത്. When you were celebrating her birthday after 2-3 months. I was celebrating her birthday while they just got the child. ഒന്ന് ആലോചിച്ച് നോക്കി. സോ അതാ ഞാൻ പറഞ്ഞത്, ഇഫ് ഐ ഹാഡ് വെയിറ്റഡ് എനിക്ക് മെയിലേ കുഞ്ഞിനെ കിട്ടത്തുള്ളായിരുന്നു 100%. Okay. So when is it that you not legally, not officially, but emotionally, you felt, okay, I am her mother? I think the first day we saw her, like in 2024, appadana when I held her for the first time. Oh, I was like, okay, this is my baby. And then is the mother's rage for the next whole year. Adugundana. See, that is why last year was so heavy on us. Yes. Because then I've become a mother. Then she's become mine. Then you have to fight for her. Yes. So how was it when she was coming back with you? She was when she was leaving? അവിടുന്ന് കൊണ്ടുവരുന്ന സമയത്ത് she cried a lot. ആ ടാക്സിയിൽ ഐ റിമെമ്പർ ആ ഒരു 10 minutes ഡ്രൈവ് ഫെൽ ലൈക്ക് 10 hours. ഫസ്റ്റ് ആയിട്ട് ഒരു കുഞ്ഞിനെ എടുക്കുന്നത് ഭയങ്കരമായിട്ട് അവള് കരയായിരുന്നു. പക്ഷെ വീട്ടിൽ വന്ന് ഫോർച്ചുനേറ്റ്ലി നമ്മൾ തലേ ദിവസം തന്നെ കുറെ ടോയ്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചു. അപ്പൊ നമ്മൾ ആ ഹോമിൽ ടിവിയിലെല്ലാം കാണുന്നല്ലേ the new parents anticipating ശരിക്കും. സോ ഹോമിൽ പോയപ്പോൾ വി സോ ദാറ്റ് ഷീ ലവ്സ് ടു പ്ലേ വിത്ത് ദ ബ്ലോക്സ്. നമ്മൾ ടോയ്സ് വാങ്ങിക്കാൻ പോയപ്പം ജോൺ പറഞ്ഞു, എടി ഇത് വാങ്ങിക്കാം, അവൾ കഴിഞ്ഞ ദിവസം ഇത് വെച്ച് കളിക്കുന്ന കണ്ടു. അപ്പോൾ വി ബോട്ട് സിമിലർ ഒരു ബ്ലോക്സ് നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു വെച്ചു. സംഹൗ അവൾ കരഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. വീട്ടിൽ കയറി വന്നപ്പോൾ ദ ഫസ്റ്റ് തിങ് ഷീ സോ വാസ് ദിസ്, ആൻഡ് ദെൻ ഷീ സ്റ്റോപ്ഡ് ക്രൈയിങ്. That is familiarity. She stopped crying and then she started playing with the blocks. Okay. എനിക്ക് എന്തൊരു സമാധാനം. So it is actually important അല്ലേ നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും to keep go see the child, to build that connection, at least that familiarity. കുറച്ചെങ്കിലും നമുക്ക് ആ ഒരു കുഞ്ഞിനെ നമ്മള് ഫെമിലിയർ ആണെന്നുള്ള, not that it's going to change. It has to be a newborn that doesn't know. Now because by then she was 1.5, she knows the surroundings. Correct. That's another thing. ഈ പേരൻസിനെ 2 വർഷം വരെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതൊക്കെ മഹാമോശമാണ്. ബുദ്ധിമുട്ടാണ്. അതെ, ആക്ച്വലി ഒരു 6 മാസത്തിൽ തന്നെ ഒരു കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞ within 2-3 months പ്രോസസ് മുഴുവൻ കഴിഞ്ഞ്. If you think about it, if people wanted to, it could have been so easy. They're making it miserable for parents who want to consider adoption. Definitely. So through all of this, what did you understand about yourself, about love, and about your relationship with John? Oh, I think, I have to tell you that. See, ഇതെല്ലാം കഴിഞ്ഞ് the day when we were going to take her from the home, ഞാൻ പറഞ്ഞു, ഐ ഫീൽ സോ, എനിക്കറിയാം. പക്ഷേ വൺ തിങ് ഐ ഹാവ് ടു ടെൽ യു, മേ ബി ബിക്കോസ് ഓൾ ഓഫ് ദിസ് ഇതെല്ലാം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും
I was emotionally so drained. I had nothing in me. No emotion There was അല്ലേ? no ഒരു emotion. feeling. There's no happiness. There's no, I don't know. നമ്പാണ്. ഒരു എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ അവനോട് പറയായിരുന്നു, ഞാൻ ജോണിൻ്റെ അടുത്ത് ഞാൻ ആസ് വി ഗോയിങ് ടു ടാക്സിയിൽ പൊക്കോണ്ടിരിക്കുക, ക്യാബിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ I said, I don't know, I'm not feeling anything. Hey, look at it. What should have been such a special moment reduced to nothing? അപ്പോൾ he said, എടി നീ എൻ്റെ അടുത്ത് കരയാൻ നിനക്ക് ഉണ്ടായിരുന്നു, ഞാൻ ആരുടെ അടുത്ത് എൻ്റെ ഹെവിനെസ് പറയും. ദാറ്റ് റിയലി ഹേർട്ട് മീ. You know, I felt so happy. I felt a little guilty also. I said, I'm so sorry, I couldn't be your strength. I should have been your strength, but I couldn't. And he was my rock. Really, John ഇല്ലായിരുന്നെങ്കിൽ പ്രോബ്ലം ഞാൻ പകുതി വഴിയിൽ നിർത്തിപ്പോയനെ. ശരിക്കും അല്ലേ? So it actually brought you together in more ways, അല്ലേ? Yeah, definitely. So how does it feel now to be a mother? Oh, it feels complete. You know, Oh, now it's like a puzzle. You know, it just all fell into place. She plugged it in, അല്ലേ? Yeah. So now I understand why people used to say, Maya, we used to see you both and say, "She, ഇവർക്കൊരു കുഞ്ഞുണ്ടാവണം, നിങ്ങൾ complete അല്ല." But now I understand what it is. Now you feel it. Yeah. So what would you say, you know, I mean, like, I know maybe it is too soon to ask. Is there something that you miss from before motherhood? Yeah. ഒരു ഇതുണ്ട്. I'm one person who loves, I'm not a Velcro mom. I'm not a Velcro mom at all. അതായത് ഞാൻ What does that mean? Velcro mom എന്ന് പറഞ്ഞാൽ അതായത് കുഞ്ഞ് എപ്പോഴും എന്റെ കൂടെ ഇങ്ങനെ ഒട്ടിയിരിക്കണം, അങ്ങനത്തെ ഒരു അമ്മയല്ല ഞാൻ. I like my me time. Oh, really? Yeah, yes. I definitely like my me കുറേ time. കാലത്തിന് ശേഷം കാത്തുനിന്നിട്ട് you don't want to, you want to invest everything. അതെ. No. I'm happy if my child does self play and കുറച്ച് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. അതെ. അപ്പൊ അതുകൊണ്ട് You like your me time. Yes, I like my me time. ആ me time ഞാൻ ആക്ച്വലി മിസ് ചെയ്യുന്നുണ്ട്. കുറച്ച്. So, but what is the most precious moment that you look forward to? With When she wakes up in the morning. Ah. It's very cute. Mashallah, It's yeah. very cute. അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോ Yeah. she has to see me, right? Okay. എന്നെ കാണണം. അപ്പൊ എന്നെ കാണുമ്പോഴത്തേക്കും then she's like, അമ്മ അയ്യോ, എന്നിട്ട് പിന്നെ വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടില്ല നിങ്ങള്, അമ്മ ഇവിടെ വാ. So has she taken to speaking Malayalam and all? എല്ലാം മനസ്സിലാവും. എല്ലാം മനസ്സിലാവും. ഇപ്പൊ ഹിന്ദി കുറെ മറന്നു, മറാഠി അവിടെ ഒരു അതായത് യൂസ് ചെയ്യുന്നേ. അവള് മറന്നു, കുറെ മറന്നു. ഇപ്പം അവൾക്ക് മലയാളം നന്നായിട്ട് മനസ്സിലാവും. അതെ. സോ അപ്പൊ എന്നിട്ട് ഈവൻ രാത്രിയിൽ ഐ ലൈക്ക് ടു പുട്ട് ഹർ ടു സ്ലീപ്പ്. അപ്പൊ എന്തൊക്കെയോ സംസാരിക്കും ഇങ്ങനെ, കാക്കു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ ഇവിടെ ഒരു ഉമ്മ തരും. അത് ഇവിടെ എന്ന് പറയാം, അപ്പൊ ഇത് കാണിച്ചു കൊടുക്കണം, അപ്പൊ ഇവിടെ ഉമ്മ തരും. ആ ഒരു ഫേസ് ഭയങ്കര ക്യൂട്ടാ. So full. And even John enjoys. John enjoys. My God, John. നിങ്ങളുടെ ഫാമിലിയിലും വന്ന കുഞ്ഞിനെ കാണാനേ? ഇല്ല അതല്ല, നമ്മൾ നാട്ടിൽ പോയിട്ടില്ല, നമ്മൾ അവിടെ നിന്ന് ഡയറക്ട്ലി ഇങ്ങോട്ടാ വന്നത്. Because for me, you know, I really wanted to get used to her. Like, I mean, എനിക്ക് അവൾ എന്തിനാ കരയുന്നത് ഇപ്പം എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അവൾ ടാൻഡ്രംസ് കാണിക്കുന്നതാണോ, അവൾ വിശന്നിട്ടാണോ, അവൾക്ക് ഉറക്കം വന്നിട്ടാണോ, എനിക്ക് കറക്റ്റായിട്ട് എനിക്കിപ്പോൾ അവളുടെ ഓരോ കരച്ചിലും അറിയാം. ആ ഫെമിലിയാരിറ്റി എനിക്ക് വേണം എന്നുള്ളത് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആദ്യം അമ്മയ്ക്കാണല്ലോ അറിയേണ്ടത്. Yes, I did not want to overwhelm her. അപ്പൊ അതുകൊണ്ട് അവിടുന്ന് നമ്മൾ നേരെ ദുബായിലേക്കാണ് വരുന്നത്. So my parents, John's parents, have not seen her. Oh, so that is going to be a huge event in itself. We'll probably go. നമ്മള് maybe ഓണം കഴിഞ്ഞിട്ടെങ്ങാണ് പോവാമെന്ന് വിചാരിക്കുന്നത്. So you've shared, you know, so much of your journey so openly, so honestly on socials. What do you want her to know when she grows up? I want her to know her story. And that's exactly why I shared it on line as well. It was a very conscious... Yes, it was. See, because she has to know that she was chosen. She's special. See, because Alojoke, it is a miracle how she resembles John. I know. And it is a miracle how she shares her birthday with both of us. അതായത് അവളുടെ ബർത്ത്ഡേ വരുന്നത് May 30th. John is May born, I am a September 30. So നമ്മുടെ കോമ്പിനേഷൻ ആണ് അവള്. So it is a miracle, I feel. It is a beautiful alignment of the universe. And she should know her story. And like you said, you know, because you didn't get to choose her. No. Yes. We didn't get to choose her. But that's the thing. She was a chosen one by the universe. Imagine she was brought to us from all of these. ഈ യൂണിവേഴ്സിൽ എത്ര കുഞ്ഞുങ്ങളുണ്ട്. I could have, see, ഒന്ന് ആലോചിക്കേ, എനിക്കൊരു സ്വന്തമായിട്ടൊരു ഉണ്ടാവാമായിരുന്നു. Yes. അതൊന്നും ഉണ്ടാവാതെ she came into my life. Yeah. And that is a very beautiful alignment of the universe.
That is so sweet. And I think, this story needs to be shared because more people need to be aware and accepting of it, right? So, why don't you just tell our listeners the adoption plan A aanengilum, B aanengilum, C aanengilum, what would you tell? See, what I want to tell you is, ഞാൻ എൻ്റെ സ്റ്റോറി ഷെയർ ചെയ്യാനുള്ള one of the main reason, more than Netra knowing her story, I wanted to build an emotional resilience for people. അതായിരുന്നു. ബിക്കോസ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഡ്രെയിൻ ചെയ്തൊരു ഫേസിൽ ഞാൻ ആക്ച്വലി വിചാരിച്ചു, എന്നെ ആരെങ്കിലും ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ, എന്നെ ആരെങ്കിലും ഒന്ന് സമാധാനിപ്പിച്ചിരുന്നെങ്കിൽ, സംബഡി ടു ടെൽ മീ മായ ഇതൊക്കെയാണ് എന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ എ ലിറ്റിൽ മോർ സ്ട്രോങ്ങർ. ഇത് ഐ എം ലെഫ്റ്റ് ഹാങ്ങിങ്. ഇത് അതാ ഞാൻ പറഞ്ഞ തുടക്കത്തിലുള്ള 4 years എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് എൻ്റെ അടുത്ത് തുടക്കത്തിലേ പറഞ്ഞു, ലിസൺ, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 4 years, യു വിൽ ഹാവ് ടു വെയിറ്റ്. So you understood. അതാണ്. അപ്പോൾ ഐ എം മെന്റലി പ്രിപ്പയർഡ്. ഈ പ്രിപ്പറേഷൻ എനിക്ക് പിന്നെ കിട്ടിയില്ല. Also because they told you in 6 months it would be done. Yes. അതിനകത്ത് എനിക്കൊരു സ്ട്രെങ്ത് തരാൻ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ജേർണി, നിങ്ങൾ അതിന് വേണ്ടി മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. But not legally, but emotionally, what would you advise people about adoption? Oh, emotionally, I would say, honestly, parenthood does not have to be blood at all. Yes. In the not one moment do I feel my baby is not from my womb. She is totally born from my heart, and I'm so full when I talk about her because in every way, ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും അവളുടെ ഫുഡിനോടുള്ള ഒരു ഇഷ്ടം, അവൾ കഴിക്കുന്ന ഒരു രീതി, ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, how is she not alive? This girl is mine only. ഇത് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞ് തന്നെയാണ്. ഒരിടത്ത് പോലും നമുക്ക് തോന്നില്ല. And it is a miracle. It is a miracle of God maybe. Your child will start resembling you. അത് എപ്പോഴും ഉള്ളതാണ്. അത് ഒരുപാട് പേരുടെ കേസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. So I know this one family, I may be digressing, പക്ഷേ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് they finally adopted a child. So I knew this uncle, നമ്മൾ ചെറുപ്പത്തിലായിരുന്നു, and he had a squint eye. Very miraculously, when they brought the child first, you were like, the child also had a squint eye. And now I know they cannot choose the baby. Yes. And now we were all thinking, like baby alle, as children you were like surprised, ingana kittuva. Yeah. So this is what happens, right? If the universe, the universe aligns to bring you, to make you a mother. There is a bigger power, there is a bigger magic in this world which we do not know about, but എൻ്റെ ലൈഫിൽ ഞാനത് വിശ്വസിക്കുന്നുണ്ട്. And emotionally, I'm telling you, when it comes to adoption, there is no difference at all. There is absolutely no difference. So thank you so much, Maya, for your time today. And you have reminded us that, a family need not just be through one way. 100%. Love can bring together families beyond science, showing us that you had a beautiful heart that waited. And, to show us that motherhood begins in the heart before anywhere else. 100%. Thank you so much. And inshallah, I'll see you until next time. Thank you.